Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Ajnanatimirandasya Jnananjana Shalakaya Chakshurunmilitam Yena Tasmai Shri Gurave Namaha. Namo Om Vishnupadaya Krishna Preshtaya Bhutale Srimate Bhakti Vedanta Swaminiti Namine. Namaste Saraswate Deve Gauravani Pracharine Nirvishesha Shunyavadi Paschatya Deshakarne. Jaya Sri Krishna Chaitanya Prabhu Nityananda Sri Advaita Gadadhara Sri Vasadi Gaura Bhakta Vrinda. Hare Krishna 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 Hare 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 Rama 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 Hare 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 Krishna. Jai Shri Radha Govinda Ji ki Jai. Hare Krishna Hare Krishna. Hare Krishna അധ്യായം 9. മറ്റേ കഴിഞ്ഞ ക്ലാസ്സിന്റെ റെക്കോർഡിംഗ് കിട്ടാൻ സാധിച്ചില്ല. കാരണം ഐശ്വര്യ മാതാജിയുടെ അവരുടെ അതിന്റെ പാസ്വേഡ് എല്ലാവർക്കും ഓർമ്മയില്ല അത്രേ. അപ്പൊ സാധിച്ചില്ല. ഇന്നെന്തായാലും യൂട്യൂബ് ശരിയായിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് ഗ്രൂപ്പിലിടുന്നതാണ്. അപ്പോൾ അധ്യായം 9 നമ്മൾ പഠിക്കുന്നത്. അധ്യായം 9 നമ്മൾ ഇനി അനന്യഭക്തിയോടുകൂടി മഹാത്മാക്കൾ, അതായത് ഭഗവാനെ സേവിച്ചുകൊണ്ടിരിക്കുന്നവരെ കുറിച്ചുള്ള അവരുടെ ഭക്തി, അവരെങ്ങനെ ഭഗവാന്റെ സംരക്ഷണത്തിലിരിക്കുന്നു, അതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ രാജവിദ്യ രാജഗുഹ്യ യോഗം എന്നതാണ് ഈ അധ്യായത്തിന്റെ തലക്കെട്ട്. അതായത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതും ഏറ്റവും രഹസ്യമായിട്ടുള്ളതുമായിട്ടുള്ള യോഗം, അതായത് ഭഗവാനുമായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ സാധിക്കുന്ന ഒരു ഉപായം, ഒരു പ്രക്രിയ, അതാണ് ഭക്തിയോഗം. അതിനെക്കുറിച്ചാണ് ഭഗവാൻ ഈ അധ്യായത്തിൽ വിശേഷമായിട്ട് പറയുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്, ഇതിനെ മറികടക്കുവാനായിട്ട് ഒരു വിദ്യയില്ല. ഭഗവാനുമായിട്ട് നമ്മൾ മറന്നു പോയിരിക്കുന്ന, നമ്മൾ ഇപ്പോൾ ഭഗവാനുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ കുറിച്ച് മറന്നു പോയിരിക്കുന്നു. ഭഗവാനുമായിട്ട് നമുക്കിപ്പോൾ കണക്ഷൻ ഇല്ല. വാസ്തവത്തിൽ ഭഗവാന്റെ അംശങ്ങളായതുകൊണ്ട്, ഭഗവാന്റെ തന്നെ ശക്തി ആയതുകൊണ്ട് ഭഗവാനുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരിക്കേണ്ടതാണ്. പക്ഷേ ഭഗവാനുമായിട്ട് നമുക്കിപ്പോൾ ഒരു കണക്ഷനുമില്ല. കാരണം നമ്മൾ ശരീരബോധത്തിൽ ആയതുകൊണ്ട്. കൃഷ്ണാവബോധത്തിലല്ല നമ്മളിപ്പോൾ. കൃഷ്ണാവബോധത്തിലാണെങ്കിൽ നമ്മൾ സദാസമയവും ഭഗവാനെ കുറിച്ച് ചിന്തിക്കുവാനും ഭഗവാന്റെ സേവകൾ ചെയ്യാനും മാത്രമേ നമുക്ക് താല്പര്യം ഉണ്ടാകുകയുള്ളൂ. പക്ഷെ ഇപ്പോൾ ശരീരബോധത്തിലായതുകൊണ്ട് ശരീരത്തിന്റെ സുഖവും ആ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ബന്ധുമിത്രാദികളാകട്ടെ, മറ്റ് പലതിനോടുമാണ് നമുക്കിപ്പോൾ ആസക്തിയുള്ളത്. ഭൗതികതയോടാണ് നമുക്കിപ്പോൾ ആസക്തിയുള്ളത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഭഗവാനുമായിട്ടുള്ള കണക്ഷൻ ഇപ്പോൾ വിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ജീവാത്മാവിനാണെങ്കിലോ, പക്ഷേ ജീവാത്മാവിന് ഭഗവാനുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ. പക്ഷെ എങ്കിലും ഇപ്പോൾ ശരീരബോധത്തിലായതുകൊണ്ട് ജീവാത്മാവ്, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ജീവാത്മാവ് ഈ ശരീരത്തിനുള്ളിൽ ബന്ധനത്തിലാണ് എന്ന്. കാരണം വാസ്തവത്തിൽ ജീവാത്മാവിന് ഈ ശരീരവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം ശരീരം ഒരു ഭൗതിക പ്രൊഡക്റ്റാണ്, ജീവാത്മാവാണെങ്കിലോ ആധ്യാത്മികനാണ്. അങ്ങനെയുള്ള ജീവാത്മാവ് ശരീരത്തിനുള്ളിൽ സ്വന്തം ഇന്ദ്രിയ സുഖത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്വന്തം പലതും അനുഭവിക്കാനും ആസ്വദിക്കാനും ആഗ്രഹമുള്ളത് കൊണ്ട് ജീവാത്മാവിന് ഇങ്ങനെയൊരു ഭൗതിക ശരീരം ലഭിച്ചിരിക്കുകയാണ്. അതുവഴി എന്ത് സംഭവിച്ചു? എന്നെന്നുമായിട്ട് ഭഗവാനുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്ന ജീവാത്മാവിന് ആ ഭഗവാനുമായിട്ടുള്ള കണക്ഷൻ വിച്ഛേദിക്കേണ്ടതായിട്ട് വന്നു. കാരണം സ്വയം ആസ്വദിക്കാനുള്ള ആഗ്രഹം മൂലം ജീവാത്മാവ് ഭഗവാനെ വിട്ട് വരേണ്ടതായിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആഗ്രഹം നമ്മൾ ഇല്ലാതാക്കണം. കാരണം ഭഗവാനെ വിട്ടിട്ട് തനിക്ക് സ്വയം ആസ്വദിക്കണം എന്നുള്ള ആഗ്രഹം മൂലമാണ് ജീവാത്മാവിന് ഇങ്ങനെ ഒരു ശരീരം ലഭിച്ചതും ഭഗവാനുമായിട്ടുള്ള കണക്ഷൻ വിടേണ്ടതായിട്ട് വന്നതും. അപ്പോൾ ഇനി തിരിച്ച് ഭഗവാനുമായിട്ട് നമുക്ക് കണക്ഷൻ സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ സ്വയം ആസ്വദിക്കണമെന്നുള്ള ആ ആഗ്രഹത്തെ നമ്മൾ ഇല്ലാതാക്കുക.
ഭഗവാനെ സേവിക്കാനുള്ള ആഗ്രഹം വളർത്തിയെടുക്കുക. ഭഗവാൻ മാത്രമാണ് സർവഭോക്താവ് എന്ന് മനസ്സിലാക്കുക. അതുവഴി എല്ലാം ഭഗവാൻ അർപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അതാണ് ഈ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു തരുന്നത്. എങ്ങനെ നമുക്ക് ഭഗവാനുമായിട്ട് നമുക്ക് വിട്ടുപോയിട്ടുള്ള ആ കണക്ഷനെ നമുക്ക് യോജിപ്പിക്കാൻ സാധിക്കും. അതിന് ഉത്തമമായിട്ടുള്ള യോഗമാണ് ഭക്തിയോഗം. അതാണ് രാജവിദ്യയാണ്. എല്ലാ യോഗങ്ങളിലും വെച്ച് ശ്രേഷ്ഠവും ഭഗവാനെ വളരെ എളുപ്പത്തിൽ നമുക്ക് സന്ധിക്കാൻ സാധിക്കുന്നതും ഭഗവാനുമായിട്ട് വളരെ എളുപ്പത്തിൽ യോഗത്തിൽ ബന്ധപ്പെടാൻ സാധിക്കുന്നതുമായിട്ടുള്ള വിദ്യയാണ് ഭക്തിയോഗം. ആ ഭക്തിയോഗത്തിലൂടെ നമുക്ക് ഭഗവാനെ എളുപ്പത്തിൽ സന്ധിക്കാൻ സാധിക്കുന്നു. കൂടാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ അനുഷ്ഠിക്കാൻ കഴിവുള്ളതുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭക്തിയോഗത്തിൽ നമ്മൾ എന്തെല്ലാമാണ് ചെയ്യേണ്ടത്? നമ്മൾ എന്തെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഭഗവാനുമായിട്ട് നമുക്ക് എളുപ്പത്തിൽ ബന്ധപ്പെടാൻ സാധിക്കും? ആ കാരണങ്ങളെല്ലാമാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത്. കൂടാതെ ഭഗവാനെ എന്തുകൊണ്ട് നമ്മൾ സേവിക്കണം അതും ഭഗവാൻ പറഞ്ഞു തരുന്നത്. കാരണം ഭഗവാനെ സേവിക്കുന്നത് അത്യന്താപേക്ഷിതമാണ് എന്ന് നമ്മുടെ ഉള്ളിൽ തോന്നിയാൽ മാത്രമേ നമ്മൾ ഭഗവാനെ സേവിക്കാൻ ആഗ്രഹിക്കുകയുള്ളൂ. അപ്പോൾ അത് അത്യാവശ്യമാണ്. എന്തുകൊണ്ട് എന്നുള്ളത് ഭഗവാൻ ഈ അധ്യായത്തിൽ നമുക്ക് പറഞ്ഞു തരികയാണ്. അങ്ങനെ അതീവ രഹസ്യവും ശ്രേഷ്ഠവുമായിട്ടുള്ള യോഗമാണ് രാജവിദ്യ, രാജഗുഹ്യ യോഗം. കാരണം രഹസ്യമായിട്ടുള്ളത് എന്ന് പറയുന്നതിന്റെ കാരണം ഇത് പരസ്യമായിട്ട് നമുക്ക് ഈ ഭൗതിക പ്രപഞ്ചത്തിൽ എവിടെ നിന്നും ലഭിക്കുകയില്ല. കാരണം നമ്മുടെ ഉള്ളിൽ ആഗ്രഹവും നമുക്ക് ഭഗവാനെ കുറിച്ച് അറിയാനും ഭഗവാനെ ആരാധിക്കാനുള്ള ആഗ്രഹം ഉണ്ടായാൽ മാത്രം, ഭഗവാന്റെ കരുണയാൽ മാത്രമേ നമ്മൾ ഇതിനെക്കുറിച്ച് അറിയാനോ ഇതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്താനോ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഈ ലോകത്ത് എത്രമാത്രം ആളുകളുണ്ട്. നമ്മുടെ ലോകം എടുക്കണ്ട, നമ്മുടെ കേരളത്തിൽ തന്നെ മലയാളികൾ എത്ര പേരുണ്ട്. പക്ഷെ എത്ര പേർ നമ്മുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ വരുന്നു? കാരണം ആഗ്രഹമില്ല. അവർക്ക് മനസ്സിൽ ഭഗവാനോടുള്ള ഭക്തിയോടുകൂടി നമുക്ക് ഭഗവാനെ സേവിക്കാനുള്ള ആഗ്രഹമില്ല, ഭഗവാനെ അറിയാൻ ആഗ്രഹമില്ല. അങ്ങനെ ആ ഭക്തി കുറച്ചെങ്കിലും ഉള്ള ആൾക്ക്, അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിലെ സുഹൃതമെങ്കിലും കുറച്ചെങ്കിലും ഉള്ള ആളുകൾക്ക് മാത്രമേ ഈ ഭക്തിയോഗം ചെയ്യാനുള്ള പരിശീലനം ലഭിക്കുന്നുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള ഡയറക്ഷൻ ഭഗവാനിൽ നിന്ന് ലഭിക്കുന്നുള്ളൂ. അങ്ങനെ അവർ ഭഗവാനുമായിട്ട് ബന്ധപ്പെടാനായിട്ട്, ഭഗവത്ഗീതയുമായിട്ട് ബന്ധപ്പെടാൻ അവസരം ലഭിക്കുന്നു. അല്ലാത്തവർക്ക് അങ്ങനെ പരസ്യമായിട്ട് എല്ലാ ദിക്കിൽ നിന്നും ലഭിക്കുന്ന ഒരു യോഗ പദ്ധതി അല്ലെങ്കിൽ ഈ പ്രക്രിയ അല്ല ഭക്തിയോഗം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത് രഹസ്യമാണ്, അതീവ രഹസ്യമാണ് എന്ന് ഭഗവാൻ പറയുന്നു. രാജഗുഹ്യമാണ്, അതീവ രഹസ്യമാണ്. അതങ്ങനെ എല്ലാവർക്കും പരസ്യമായിട്ട് ലഭിക്കുന്നതല്ല എന്ന് പറയുന്നു. അങ്ങനെ ആ രാജവിദ്യ, രാജഗുഹ്യ യോഗം സ്വീകരിക്കാനുള്ള യോഗ്യത ഭഗവാനിൽ അസൂയാലുവാകാതിരിക്കുക. അയോഗ്യതയാണെങ്കിലോ ഭഗവാനിൽ വിശ്വാസം ഇല്ലാതിരിക്കുക. ഭഗവാനിൽ അസൂയാലുവല്ലാത്ത ആർക്കും ഈ ഭക്തിയോഗത്തിന്റെ പരിശീലനം ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നതാണ്. എന്നാൽ ഭഗവാനിൽ വിശ്വാസം ഇല്ലാത്ത ഒരാൾക്കോ ഒരിക്കലും ഈ ഭക്തിയോഗത്തിലൂടെ ഭഗവാനെ പ്രാപിക്കാൻ സാധ്യമല്ല എന്ന് ഭഗവാൻ പറയുകയാണ്. അപ്പോൾ ഹരേ കൃഷ്ണ. അങ്ങനെ പക്ഷെ അശ്രദ്ധദാന പുരുഷ, ശ്രദ്ധയില്ലാത്ത ഒരാൾക്ക്, വിശ്വാസമില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ഭഗവാനെ പ്രാപിക്കാൻ സാധ്യമല്ല എന്ന് ഭഗവാൻ പറയുന്നു. പിന്നീട് ഭഗവാൻ പറഞ്ഞു തന്നത് ഈ ഭൗതിക പ്രപഞ്ചം മുഴുവനും ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. മയാതതം ഇതം സർവം, ഭഗവാനിലാണ് എല്ലാം ഉൾക്കൊള്ളുന്നത്. ഭഗവാൻ അവ്യക്തമൂർത്തിയായിട്ട്, നമുക്ക് നേരിട്ട് ഗോചരമല്ലാത്ത ആ ശക്തിയായിട്ട്, നമുക്ക് നേരിട്ട് മനസ്സിലാക്കാനോ കാണുവാനോ സാധിക്കുന്നില്ല ഭഗവാന്റെ ശക്തിയെ. ഭഗവാൻ പറയുന്നു ഭഗവാന്റെ ശക്തിയിലാണ് ഈ പ്രകൃതി നിൽക്കുന്നത്. പക്ഷെ അത് നമുക്ക് നേരിട്ട് കാണുവാൻ സാധിക്കുന്നില്ല, അനുഭവിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അതിനെ അവ്യക്തമൂർത്തിന എന്ന് പറഞ്ഞിരിക്കുന്നു. അവ്യക്തമായിട്ടുള്ള രൂപത്തിൽ, നമുക്ക് ഗ്രഹിക്കാൻ സാധ്യമല്ലാത്ത രൂപത്തിലാണ് ഭഗവാൻ ഈ പ്രപഞ്ചമെമ്പാടും നിലകൊള്ളുന്നത്. പക്ഷേ ഭഗവാൻ ഉണ്ട്, ഭഗവാന്റെ ശക്തിയിലാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഒരു കുഴപ്പവും ഇല്ലാതെ എല്ലാ ഗ്രഹങ്ങളും അന്തരീക്ഷത്തിൽ ഒഴുകി നടക്കുന്നതും
സമുദ്രം ഒരിക്കലും എത്രമാത്രം വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ മഴയോ എന്തെങ്കിലും വന്നാലും സമുദ്രം ഒരിക്കലും കരകവിഞ്ഞൊഴുകുന്നില്ല. ഇതെല്ലാം തന്നെ എല്ലാം ഈ ഭൗതിക പ്രപഞ്ചത്തിലെ നമ്മൾ ജീവജാലങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം തന്നെ അവനവന്റെ ആ നിലയിൽ നിലകൊള്ളുന്നതിന്റെ കാരണം ഭഗവാന്റെ ശക്തിയിൽ എല്ലാം നിലകൊള്ളുന്നതാണ് എന്നതാണ്. ഭഗവാനെ എല്ലാവരും അനുസരിക്കുന്നു. നമ്മൾ മനുഷ്യരൊഴിച്ച്, മനുഷ്യർ മാത്രം ഭഗവാനെ എതിർക്കുവാനും താൻ സ്വയം ആസ്വദിക്കാനും താനാണ് എല്ലാത്തിന്റെയും ഉടമസ്ഥൻ, താനാണ് എല്ലാത്തിന്റെയും ഭോക്താവ് എന്നുള്ള അഹങ്കാരം കൊണ്ട് നമ്മൾ മാത്രം ഭഗവാനെ അനുസരിക്കുന്നില്ല. ബാക്കി ദേവന്മാരാകട്ടെ പ്രകൃതിയാകട്ടെ എല്ലാം ഭഗവാനെ അനുസരിച്ചുകൊണ്ട് ഭഗവാന്റെ നിയന്ത്രണത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നു. അങ്ങനെ ഭഗവാൻ പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവനും ഭഗവാന്റെ ശക്തിയാൽ ഭഗവാൻ വ്യാപിച്ചു നിൽക്കുന്നു. എല്ലാ ജീവജാലങ്ങളും ഭഗവാനിലാണ് ഉൾപ്പൂകിയിരിക്കുന്നത്. അല്ലാതെ സ്വതന്ത്രമായിട്ട് നിലനിൽക്കുവാനുള്ള ശക്തി നമുക്കില്ല. ഭഗവാന്റെ ശക്തിയിൽ മാത്രമേ നമുക്ക് നിലനിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടും കൂടിയാണ് നമ്മളെ ആപേക്ഷികർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാതാജി ചോദിച്ചിരുന്നു, ഭഗവാനെ നിരപേക്ഷ തത്വം എന്ന് പറയുന്നത് ഇതാണ്. നിരപേക്ഷ തത്വം എന്ന് പറയുന്നതിന്റെ കാര്യം ഭഗവാൻ സ്വതന്ത്രനാണ്. എന്നാൽ നമ്മൾ ജീവജാലങ്ങൾക്ക് ഒരിക്കലും സ്വതന്ത്രത്തോടുകൂടി നിലനിൽക്കുവാനുള്ള ഒരവസരമില്ല. കാരണം നമ്മൾ അത്രമാത്രം നിസ്സഹായരാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചു നമ്മൾ. കാരണം പ്രകൃതിയുടെ സൃഷ്ടിയും സംഹാരവും നടക്കുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും സംഹരിക്കപ്പെടുകയും സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. നമ്മൾ അവശതയോടുകൂടി അതിൽ പ്രതികരിക്കാനോ അല്ലെങ്കിൽ നമുക്ക് സ്വതന്ത്രമായിട്ട് എന്തെങ്കിലും നിലകൊള്ളുവാനോ ഉള്ള അവസരം ഉണ്ടാകുന്നില്ല. അതുകൂടാതെ ഈ ഭൗതിക പ്രപഞ്ചത്തിലും നമ്മൾ ജീവജാലങ്ങൾ എല്ലാവരും തന്നെ സ്വതന്ത്രരല്ല, നമ്മൾ ആപേക്ഷികരാണ് എന്ന് പറയുന്നതിന്റെ കാരണം എന്തെങ്കിലും ഒരു ഉപാധി വിധേയത്തോടു കൂടി മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഒരു ജീവാത്മാവിനെ ഇവിടെ പ്രവർത്തിക്കണമെങ്കിൽ ഭൗതികമായ ഒരു ശരീരത്തിന്റെ ആവശ്യമുണ്ട്, ഇന്ദ്രിയങ്ങളുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ നമുക്ക് ഇവിടെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ ഭഗവാൻ അങ്ങനെയല്ല. അദ്ദേഹം നിരപേക്ഷ തത്വം എന്ന് പറയുന്നതിന്റെ തന്നെ കാരണം അദ്ദേഹം സ്വരാട്ടാണ് എന്നുള്ളത്. അദ്ദേഹം ആരെയും ആശ്രയിച്ച് നിലകൊള്ളുന്നില്ല. എന്നാൽ ബാക്കിയുള്ളതെല്ലാം തന്നെ പ്രകൃതി, ദേവന്മാർ, ജീവജാലങ്ങൾ എല്ലാവരും തന്നെ ഭഗവാനെ ആശ്രയിച്ച് നിലകൊള്ളുന്നവരാണ്. അപ്പോൾ അങ്ങനെ ആരെയും ആശ്രയിക്കാതെ സ്വതന്ത്രനായിട്ട് സ്വരാട്ടായിട്ട് നിൽക്കുന്ന ആ നിരപേക്ഷ തത്വം ആരാണ് എന്ന് ചോദിച്ചാൽ അതാണ് ഭഗവാൻ കൃഷ്ണൻ അല്ലെങ്കിൽ വിഷ്ണു. മറ്റുള്ള ദേവന്മാരെ നമുക്ക് പേര് പറയാൻ സാധ്യമല്ല. കാരണം ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ള ദേവന്മാരാകട്ടെ ഋഷിമാരാകട്ടെ എല്ലാവരും തന്നെ ഭഗവാനിൽ നിന്ന് ഉത്ഭവിച്ചവരാണ്. അഹം ആദിർഹി ദേവാനാം മഹർഷീണാം ച സർവശഃ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഭഗവാനിൽ നിന്ന് ഉത്ഭവിച്ചവരായതുകൊണ്ട് അവരെല്ലാവരും തന്നെ ഭഗവാനെ ആശ്രയിച്ച് നിലകൊള്ളുന്നവരാണ്. എന്നാൽ ഭഗവാൻ കൃഷ്ണൻ അല്ലെങ്കിൽ വിഷ്ണു ആദി പുരുഷനാണ്. അഹം സർവസ്യ പ്രഭവോ. ബാക്കിയുള്ളതെല്ലാം ഭഗവാനിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്നത് കൊണ്ട് അദ്ദേഹം ആരെയും ആശ്രയിച്ച് നിലകൊള്ളുന്നില്ല. മറിച്ച് ബാക്കിയുള്ളതെല്ലാം തന്നെ ഭഗവാനെ ആശ്രയിച്ച് നിലകൊള്ളുന്നു. അങ്ങനെ ഭഗവാൻ നിരപേക്ഷനാകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഭഗവാൻ അവ്യക്തമായ രൂപത്തിൽ, കാരണം നമ്മുടെ ഈ ഭൗതിക ഇന്ദ്രിയങ്ങൾ കൊണ്ട് ആ ഭഗവാന്റെ ശക്തിയെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. പക്ഷെ എങ്കിലും ആ ഭഗവാന്റെ ശക്തിയിലാണ് പ്രകൃതി മുഴുവനും നിലകൊള്ളുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഭഗവാൻ പറയുന്നു, ഭഗവാന്റെ യോഗ പ്രഭാവത്താൽ ഭഗവാൻ തന്നെ എല്ലാത്തിനെയും പരിപാലിക്കുന്നുണ്ട്. എങ്കിലും ഭഗവാൻ സ്വയം ഇവിടെ സന്നിഹിതനാകുന്നില്ല. ഭഗവാൻ സ്വയം നേരിട്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ എല്ലാം സംരക്ഷണമോ പ്രകൃതിയുടെ സംരക്ഷണമോ ഒന്നും ഭഗവാൻ നേരിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെയോ ഭഗവാൻ അദ്ദേഹത്തിന്റെ ആധ്യാത്മിക ലോകത്തിലാണെങ്കിലും ഭഗവാന്റെ ആ ശക്തിയുടെ പ്രഭാവത്താൽ, യോഗ പ്രഭാവത്താൽ ഈ പ്രകൃതി സ്വയം പ്രവർത്തിക്കുന്നു. കാരണം ഭഗവാന്റെ ശക്തി പ്രകൃതിയിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് പ്രകൃതി സ്വയം പ്രവർത്തിക്കുകയാണ്. കാരണം ഭഗവാന്റെ തന്നെ ശക്തിയാണ് ഈ ഭൗതിക പ്രകൃതി. ആ ഭൗതിക പ്രകൃതി ഭഗവാന്റെ നിയമങ്ങൾക്കനുസരിച്ച് ഇവിടെ പ്രവർത്തിക്കുന്നു, സ്വയം പ്രവർത്തിക്കുന്നു. അതാണ് ഭഗവാന്റെ യോഗ പ്രഭാവം എന്ന് പറയുന്നത്. കാരണം
ദേവന്മാരാകട്ടെ പ്രകൃതിയാകട്ടെ ഒന്നും തന്നെ ഭഗവാന്റെ നിയമങ്ങളെ ആരും തന്നെ മറികടക്കുന്നില്ല. ആ ഭഗവാന്റെ ശക്തിയിൽ നിലകൊണ്ടുകൊണ്ട് അവർക്ക് സ്വയം പ്രവർത്തിക്കാനുള്ള ആ ശക്തി ഭഗവാൻ അവർക്ക് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ആകാശത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് തന്നെ കാറ്റ് എല്ലാ ദിക്കിലും സഞ്ചരിക്കുന്നത് പോലെ സർവ സൃഷ്ടികളും ഭഗവാനിൽ വിശ്രമിക്കുന്നു, ഭഗവാന്റെ ശക്തിയിൽ നിലകൊള്ളുന്നു. അങ്ങനെ ഇവിടെ ആ ഭഗവാന്റെ ശക്തിയുടെ പ്രഭാവത്താൽ എല്ലാം യഥാസമയത്ത്, മഴ പെയ്യുന്ന സമയത്ത് മഴ പെയ്യുന്നു, വെയിൽ സമ്മറിന്റെ സമയത്ത് സമ്മർ ഉണ്ടാകുന്നു, സൂര്യൻ ദിവസവും രാവിലെ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. ഇങ്ങനെ എല്ലാം തന്നെ ഒരേപോലെ അനേക വർഷങ്ങളായില്ലേ ഇതേപോലെ ഒരു മാറ്റവും ഇല്ലാതെ നടക്കുന്നത്. അതെല്ലാം തന്നെ ഭഗവാന്റെ ശക്തിയുടെ ആ യോഗ പ്രഭാവമാണ് എന്ന് മനസ്സിലാക്കും. അങ്ങനെ ഭഗവാന്റെ ഇവിടെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഓരോ ബ്രഹ്മാവിന്റെ ഓരോ കൽപ്പവും ആരംഭിക്കുമ്പോൾ സൃഷ്ടി ആരംഭിക്കുന്നു, ബ്രഹ്മാവിന്റെ പകൽ അവസാനിക്കുന്നതോടുകൂടി എല്ലാം തന്നെ ഭഗവാനിൽ അവ്യക്തമായിട്ട് പോയി ലയിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഈ കർമ്മങ്ങളൊന്നും തന്നെ ഭഗവാനെ ബന്ധിക്കുന്നില്ല. കാരണം ഭഗവാൻ ഈ കർമ്മങ്ങളുമായിട്ട് ഭൗതികമായിട്ടുള്ള ഒരു പ്രവർത്തനവുമായിട്ട് ഭഗവാൻ നേരിട്ട് ബന്ധപ്പെടുന്നില്ല. അതുമൂലം ഭഗവാന്റെ ആ ഒരു ഭഗവാന്റെ നോട്ടത്താൽ ഈ ഭൗതിക പ്രകൃതി ജീവജാലങ്ങളെ എല്ലാം തന്നെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഭഗവാൻ നേരിട്ടൊന്നിലും പ്രവർത്തിക്കുന്നില്ല. മയാധ്യക്ഷേണ പ്രകൃതി, എന്റെ അധ്യക്ഷതയിൽ, എന്റെ നേതൃത്വത്തിൽ, എന്റെ നിയന്ത്രണത്തിൽ ഭഗവാൻ പറയുന്നത് ഈ പ്രകൃതി എല്ലാ ചരാചരങ്ങളെയും സൃഷ്ടിക്കുന്നു. അങ്ങനെ ആ ഭഗവാന്റെ നിയമം അനുസരിച്ച് അതിന് ഓരോത്തിനും റൂളുണ്ട്. എങ്ങനെയെല്ലാമാണ് സൃഷ്ടി നടത്തേണ്ടത് എല്ലാം ഭഗവാൻ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നിയമത്തിനനുസരിച്ചാണ് സൃഷ്ടി നടക്കുന്നത്. അപ്പോൾ ആരും ആ നിയമത്തെ തെറ്റിക്കുന്നില്ല. അപ്പോൾ ഈ ഭൗതിക പ്രകൃതിയിൽ ജീവജാലങ്ങൾക്കെല്ലാം തന്നെ ഭൗതികമായ ശരീരം ലഭിക്കുന്നതിന് അവരുടെ പഴയ കർമ്മങ്ങളാണ് ഉപാധി. അതിനനുസരിച്ചാണ് ഓരോരുത്തർക്കും ശരീരം ലഭിക്കുന്നത് എന്നുള്ള നിയമം ആരും തന്നെ തെറ്റിക്കുന്നില്ല. അപ്പോൾ അതനുസരിച്ചാണ് ഈ പ്രകൃതിയിൽ നമ്മൾ വൈവിധ്യങ്ങളെ കാണുന്നത്. കാരണം ഓരോരുത്തരുടെയും കർമ്മഫലം വ്യത്യസ്തമാണ്. ചിലർക്ക് പാപകർമ്മഫലം കൂടുതലുണ്ടാകും, ചിലർക്ക് പുണ്യകർമ്മഫലം കൂടുതലുണ്ടാകും, ചിലർക്ക് എല്ലാം ഒരേപോലെ ഈക്വലായിരിക്കും. ചിലർ ഭക്തന്മാരായിട്ട് തന്നെ ജനിക്കുന്നു, ചിലർ നിരീശ്വരവാദികളായിട്ട് തന്നെ ജനിക്കുന്നു, ചിലർ ആസുര പ്രകൃതികളായിട്ട് ജനിക്കുന്നു. ഇങ്ങനെ എല്ലാം തന്നെ ഓരോരുത്തരും അവനവന്റെ മുൻ ജന്മ കർമ്മ ഫലത്തിനനുസരിച്ച് പ്രത്യേക ശരീരം, സ്വഭാവം എല്ലാം തന്നെ ഓരോരുത്തർക്ക് ലഭിക്കുന്നു. അത് ആ ഭൗതിക പ്രകൃതി ആ ഭഗവാന്റെ നിയമം അനുസരിച്ച് തന്നെ നമുക്ക് എല്ലാവർക്കും പ്രത്യേകമായ ശരീരം നൽകുന്നു. അല്ലാതെ ആരും തന്നെ നിയമം ലംഘിക്കുന്നില്ല. അങ്ങനെ ഭഗവാന്റെ നിയമം അനുസരിച്ച് വീണ്ടും വീണ്ടും പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നു, സംഹരിക്കപ്പെടുന്നു. അതിനൊരു റൂള് ഭഗവാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ്? ബ്രഹ്മാവിന്റെ പകൽ ആരംഭിക്കുമ്പോൾ സൃഷ്ടി ആരംഭിക്കണം, ബ്രഹ്മാവിന്റെ രാത്രി ആരംഭിക്കുമ്പോൾ സൃഷ്ടികളെല്ലാം വൈൻഡപ്പ് ചെയ്യണം, എല്ലാം തന്നെ ഭഗവാനിൽ പോയി ലയിക്കണം. അതെല്ലാം അതേപടി ഫോളോ ചെയ്യുന്നു, ആരും തന്നെ അത് തെറ്റിക്കുന്നില്ല. ഇനി ഭഗവാനെ ആരാധിക്കാത്തവരും ആരാധിക്കുന്നവരും ഭഗവാനെ എന്തുകൊണ്ട് ഇവർ ആരാധിക്കുന്നില്ല? കാരണം അവജാനന്തി, ഭഗവാനെ കുറിച്ച് തത്വത്തിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് അവർ ഭഗവാനെ ആരാധിക്കുന്നില്ല. കാരണം അജ്ഞാനം മൂലം, ആധ്യാത്മികമായിട്ടുള്ള ജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ് ഒരുമാതിരി ആളുകൾ ഭഗവാനെ ആരാധിക്കുന്നത്. ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്നുള്ള അറിവില്ലാത്തത് കൊണ്ട് അവർ ആരാധിക്കുന്നില്ല. പക്ഷെ അതൊരു ഒഴിവ് കഴിവല്ല. എനിക്ക് ഭഗവാനെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് ഞാൻ ഭഗവാനെ ആരാധിച്ചില്ല, അതുകൊണ്ട് എനിക്ക് എക്സ്ക്യൂസ് നൽകണം, ഒരിക്കലുമില്ല. ഭഗവാൻ പറയുന്നത് അവജാനന്തി കൊണ്ടാണെങ്കിലും ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാതെയും, അതുകൂടാതെ മനസ്സിലാക്കാത്തത് മാത്രമല്ല ഭഗവാനെ കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുകയും ചെയ്യുന്നു അവർ. അവജാനന്തി മാമൂഢ മാനുഷ്യം തനുമാശ്രിതം, അവർ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുന്നില്ല. അതുകൂടാതെ ഭഗവാൻ ഇവിടെ പറയുന്നത് അവർ ഭഗവാനെ കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങൾ, ഭഗവാനെ നിന്ദിക്കുകയും ചെയ്യുന്നു. കാരണം ഭഗവാൻ അദ്ദേഹം ഈശ്വരനല്ല, മനുഷ്യരൂപത്തിൽ ജനിച്ചവരാണ് എന്ന് തെറ്റിദ്ധാരണ പരത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഭഗവാൻ പറയുന്നത് അങ്ങനെയുള്ളവർക്ക്
അങ്ങനെയുള്ളവർ ഒരിക്കലും ആധ്യാത്മികതയിലേക്ക് ഉയരുന്നില്ല. അവരെന്തെല്ലാം പുണ്യകർമ്മങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം ഈ ഭഗവാന്റെ നിന്ദ മൂലം അതെല്ലാം തന്നെ ഇല്ലാതാകുന്നു. അവർക്ക് പിന്നീട് ആ ആധ്യാത്മികതയിലേക്ക് ഉയരുവാനുള്ള ആ ഒരു പ്രതീക്ഷകളെല്ലാം തന്നെ ഇല്ലാതാകുന്നു എന്ന് ഭഗവാൻ പറയുന്നു. അജ്ഞാനം കൊണ്ടാണ് നമ്മൾ തെറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും അജ്ഞാനം ഒരു ഒഴിവു കഴിവല്ല എന്ന് പറയുന്നത് ഭഗവാൻ. കാരണം എന്താണ്? ഇത്രയധികം ആധ്യാത്മിക ഗ്രന്ഥങ്ങളും ആചാര്യന്മാരും എല്ലാവരെയും ഭഗവാൻ തന്നിട്ടും നമ്മൾ അതിനെ ഒന്നിനും സ്വീകരിക്കാതെ എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അജ്ഞാനത്താൽ നമ്മൾ പല തെറ്റുകളും ചെയ്യുന്നത് അത് കുറ്റകൃത്യം തന്നെയാണ്. അജ്ഞാനം ഒരു ഒഴിവു കഴിവല്ല. നമ്മൾ അവിദ്യ മൂലമാണ്, അറിയാത്തത് കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അറിയണം, അറിയാൻ ശ്രമിക്കണം. അതിനു വേണ്ടിയിട്ട് ഭഗവാൻ ഒരുപാട് ഉപാധികൾ നമുക്ക് തന്നിട്ടുണ്ട്. ആചാര്യന്മാർ എല്ലായ്പ്പോഴും വന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ തന്നെ ഈ ഓൺലൈൻ ക്ലാസ്സുകൾ ഒരുപാട് നടക്കുന്നുണ്ട്. അതിലൂടെ നമ്മൾ അറിയാൻ ശ്രമിക്കുക. അത് ചെയ്യാതെ നമ്മൾ പാപകർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് അജ്ഞാനം മൂലമാണ്, ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസ് ആകുന്നില്ല. ഭഗവാൻ പറയുന്നത് അജ്ഞാനം മൂലം നമ്മൾ പാപകർമ്മങ്ങൾ ചെയ്താലും ആ പാപകർമ്മത്തിന്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടത് തന്നെയാണ്. അങ്ങനെ ഭഗവാനെ കുറിച്ച് അറിയാതെയാണ് എങ്കിലും അവർ തെറ്റ് ചെയ്തത് കൊണ്ട്, ഭഗവാനെ നിന്ദിച്ചത് കൊണ്ട് അവർക്ക് അതിന്റെ ഫലം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. ഉദാഹരണം ഇവിടെ ഹിരണ്യകശിപുവിനെ കൊടുത്തിരിക്കുന്നു. ഹിരണ്യകശിപു ഭാഗവതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹിരണ്യകശിപു ഹിരണ്യാക്ഷൻ മരിക്കുന്നതോടുകൂടി ഹിരണ്യകശിപു തന്റെ അമ്മയെ ഒരുപാട് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ സ്വന്തം അവസരം വന്നപ്പോൾ ആ ഭഗവാൻ വിഷ്ണുവിനെ നിരാകരിക്കാനും വിഷ്ണുവിനെ എതിർക്കാനും വിഷ്ണുവിന്റെ ജപം ചെയ്യാതിരിക്കാനായിട്ട് എല്ലാവരെയും നിർബന്ധിക്കുകയും എല്ലാം ഹിരണ്യകശിപു ചെയ്തു. അത് അവിദ്യ മൂലമല്ല, അത് വേണമെന്ന് വെച്ചിട്ട് ചെയ്തതാണ്. ഭഗവാൻ തന്റെ ശത്രുവാണ് എന്നുള്ള ആ ഒരു ചിന്താഗതിയോടുകൂടി ആ ഭഗവാനെ കുറിച്ചുള്ള പല വിധത്തിലുള്ള തെറ്റിദ്ധാരണകളും പരത്തുകയും ഭഗവാനെ നിന്ദിക്കുകയും മറ്റുള്ള ഭക്തന്മാരെ വിലക്കുകയും ചെയ്തപ്പോൾ ആ ഹിരണ്യകശിപുവിന് അങ്ങനെ അവരുടെ ആ ജ്ഞാനാർജനം, ഹിരണ്യകശിപു ഒരുപാട് ജ്ഞാനമുള്ള വ്യക്തിയായിരുന്നു. കാരണം ബ്രാഹ്മണന്റെ മകനായിരുന്നു, കശ്യപ മഹർഷിയുടെ മകനായിരുന്നു ഹിരണ്യകശിപു. ജ്ഞാനമുണ്ട് എങ്കിലും ആ ജ്ഞാനാർജനം എല്ലാം പാഴായി പോകുന്നു എന്നിവിടെ കൊടുത്തിരിക്കുന്നു. അങ്ങനെ പാപകർമ്മങ്ങൾ ചെയ്തത് കൊണ്ട് ഭഗവാന്റെ കയ്യിൽ നിന്ന് തന്നെ വധശിക്ഷ ഹിരണ്യകശിപുവിന് അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇനി ഭഗവാൻ പറയുന്നത്, നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നത് 13ാമത്തെ ശ്ലോകം മുതൽക്ക് മഹാത്മാക്കൾ, അതായത് ഭഗവാനെ ആരാധിക്കുന്ന ഭക്തന്മാർ, അവരെ മഹാത്മാക്കൾ എന്ന് വിളിക്കുന്നു. വളരെ ബഹുമാനത്തോടു കൂടി പറയും, വിശിഷ്ടനായിട്ടുള്ള ആത്മാക്കളാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ ഭഗവാന്റെ ദൈവീം പ്രകൃതി ആശ്രിതാഹ, ഭഗവാന്റെ തന്നെ അന്തരംഗ ശക്തിയുടെ കീഴിലാണ് അവർ ആക്കപ്പെടുന്നത്. എന്നാൽ ഭഗവാനെ അനുസരിക്കാത്ത, ഭഗവാന്റെ ഭക്തന്മാരല്ലാത്തവർ ഭഗവാന്റെ ബഹിരംഗ ശക്തിയായിട്ടുള്ള ഈ ഭൗതിക പ്രകൃതിയുടെ കീഴിൽ പല പല ശരീരങ്ങൾ എടുത്തുകൊണ്ട് അവർക്ക് ജന്മമൃത്യു ജരാവ്യാധി അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. എന്നാൽ ഭഗവാന്റെ ശുദ്ധഭക്തന്മാരായിട്ട് നമ്മൾ മാറുക. ആരാണോ മാറുന്നത് അവർ ഇവിടെ ഭഗവാൻ പറയുന്നത് ഭഗവാന്റെ ദൈവീ പ്രകൃതി അന്തരംഗ ശക്തിയുടെ കീഴിലേക്ക് മാറ്റപ്പെടുന്നു. പിന്നീട് അവരെ കൺട്രോൾ ചെയ്യുന്നത് ഭഗവാന്റെ അന്തരംഗ ശക്തി, സ്പിരിച്വൽ എനർജിയാണ്. ഭൗതിക പ്രകൃതിയുമായിട്ട് പിന്നെ യാതൊരു കണക്ഷനും അവർക്കില്ല. കാരണം അവർ പൂർണ്ണമായിട്ട് ഭഗവാന്റെ കീഴിലാക്കപ്പെടുന്നു. സത്വരജസ് തമോ ഗുണങ്ങൾ പിന്നീട് അവരെ ബാധിക്കുന്നില്ല. അവർ ശുദ്ധ സത്വത്തിലേക്ക്, വിശുദ്ധ സത്വത്തിലേക്ക് ഉയരുന്നു. അതായത് ഭഗവാന്റെ അന്തരംഗ ശക്തിയുടെ കീഴിലേക്ക് ആക്കപ്പെടുന്നു. മഹാത്മാനസ്തു മാം പാർത്ഥ ദൈവീം പ്രകൃതിമാശ്രിതാഹ ഭജന്തി അനന്യ മനസോ ജ്ഞാത്വാ ഭൂതാദിമവ്യയം. അലയോ പാർത്ഥ, വ്യാമോഹം ബാധിക്കാത്ത വിശിഷ്ട ആത്മാക്കൾ ദൈവീക പ്രകൃതിയാൽ സുരക്ഷിതരാണ്. സർവഭൂതങ്ങൾക്കും ആദി കാരണവും അവ്യയനുമായ പരമപുരുഷനാണ് ഞാൻ എന്ന് അറിഞ്ഞുകൊണ്ട് അവർ എപ്പോഴും ഭക്തിപൂർവം എന്റെ സേവനത്തിൽ മുഴുകുന്നു. അപ്പോൾ ഭക്തന്മാർക്ക് ആധ്യാത്മിക ജ്ഞാനമുണ്ട്, വിദ്യയുണ്ട്. അവർ മനസ്സിലാക്കുന്നു എന്ത്? സർവഭൂതങ്ങൾക്കും ആദി കാരണം, എല്ലാ ജീവജാലങ്ങളുടെയും ഉറവിടം ഭഗവാനാണ്.
അവ്യയനായിട്ടുള്ള പരമപുരുഷനാണ് ആ ഭഗവാൻ. ഭഗവാൻ അവ്യയനാണ്, പരമപുരുഷനാണ്, എല്ലാവർക്കും ആദി ബീജമാണ്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ മഹാത്മാക്കൾ ഭഗവാനെ ആരാധിക്കുന്നത്. അതുകൊണ്ട് അവർ ആ ആധ്യാത്മിക ജ്ഞാനമുള്ളത് കൊണ്ട് അവർ സദാസമയവും ഭഗവാനെ ഭക്തിപൂർവം സേവനത്തിൽ മുഴുകുന്നു. അങ്ങനെയുള്ള ഭക്തന്മാർ, ശുദ്ധ ഭക്തന്മാർ, അവർ എപ്പോഴും വ്യാമോഹം ബാധിക്കാത്തവരാണ് എന്നിവിടെ കൊടുത്തിരിക്കുന്നു. എന്തുകൊണ്ട് വ്യാമോഹം ബാധിക്കുന്നില്ല? അവർ സത്വരജസ് തമോ ഗുണങ്ങളെ മറികടന്നിരിക്കുന്നു. അങ്ങനെ അവർ ഭഗവാന്റെ വിശിഷ്ടമായിട്ടുള്ള സ്പിരിച്വൽ എനർജി, അന്തരംഗ ശക്തിയുടെ കീഴിലേക്ക് മാറ്റപ്പെടുന്നു. കാരണം വ്യാമോഹത്തിൽ നിന്ന് അവർ പുറത്തേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. മായയുടെ ആധിപത്യം ഇനി അവരിൽ ഉണ്ടാകുന്നില്ല. സത്വരജസ് തമോ ഗുണങ്ങളെ അവർ മറികടന്നിരിക്കുന്നു. അതുകൊണ്ടാണ് അവർ ദൈവീക പ്രകൃതിയാൽ സുരക്ഷിതരാണ്. അവർ ഒരിക്കലും ഇനി തിരിച്ച് ഈ വ്യാമോഹത്തിലേക്ക്, മായയിലേക്ക് വീഴാതെ ഭഗവാന്റെ അന്തരംഗ ശക്തി അവരെ സംരക്ഷിക്കുന്നു. അങ്ങനെയുള്ളവരാണ് മഹാത്മാക്കൾ എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നു. ഈ ശ്ലോകത്തിൽ ഒരു മഹാത്മാവിന്റെ വിശദമായ ചിത്രീകരണമുണ്ട്. ദിവ്യശക്തിയിൽ സ്ഥിതി ചെയ്യുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രഥമ ലക്ഷണം. ഭൗതിക പ്രകൃതിക്ക് അധീനനല്ല അദ്ദേഹം. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണന് സ്വയം സമർപ്പിക്കുന്ന ഒരാൾ തൽക്ഷണം തന്നെ ഭൗതിക പ്രകൃതിയുടെ അധികാര പരിധിക്ക് അതീതനാകുന്നു. അപ്പോൾ നമ്മൾ ഭഗവാൻ പറയുന്നുണ്ട്, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ, എന്നെ മാത്രം ശരണാഗതനാകൂ, എനിക്ക് ശരണാഗതരാകൂ എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അങ്ങനെ ശരണാഗതരാകുന്ന ദിവ്യരായിട്ടുള്ള ആചാര്യന്മാർ, ഭഗവാന്റെ ശുദ്ധഭക്തന്മാർ, അവർ ഉടനടി തന്നെ ഈ ഭൗതിക പ്രകൃതിക്ക് അതീതരാകുന്നു. ഭൗതിക പ്രകൃതിയുടെ 3 ഗുണങ്ങൾ അദ്ദേഹത്തെ പിന്നീട് ബാധിക്കുന്നില്ല. ഭൗതിക പ്രകൃതിയുടെ അധീനതയിൽ നിന്ന് മുക്തനാകാൻ കഴിയുന്നത് പരമ ദിവ്യോത്തമ പുരുഷന് സ്വയം സമർപ്പിച്ച ഒരാൾക്ക് മാത്രമാണ്. ഭൗതിക പ്രകൃതിയുടെ അധീനതയിൽ നിന്ന് മുക്തി നേടിയ ഉടനെ തടസ്ഥ ശക്തി എന്ന നിലയിൽ ജീവാത്മാവ് ആധ്യാത്മിക പ്രകൃതിയുടെ സംരക്ഷണത്തിൽ എത്തിച്ചേരുന്നു. ഭൗതിക പ്രകൃതി എന്നുള്ളത് നമ്മുടെ മായ, ഭൗതിക പ്രപഞ്ചം. ആധ്യാത്മിക ശക്തി എന്ന് പറയുമ്പോൾ ഭഗവാന്റെ അന്തരംഗ ശക്തി. അങ്ങനെ അവിടെ നിന്നും മുക്തരായ ഉടനെ നമ്മൾ ഭഗവാന്റെ ആധ്യാത്മിക ശക്തിയുടെ സംരക്ഷണത്തിലാക്കപ്പെടുന്നു. ദൈവീ പ്രകൃതി എന്നറിയപ്പെടുന്ന ആധ്യാത്മിക മാർഗനിർദ്ദേശമാണിത്. അങ്ങനെയുള്ള ഒരാൾ, ഈ വഴിക്ക് പോകുന്ന ഒരാളെ മഹാത്മാവ് എന്ന് വിളിക്കുന്നു. ആ മഹാത്മാവിന് കൃഷ്ണനിൽ ഒഴികെ മറ്റൊരു വിഷയത്തിലും താല്പര്യം ഉണ്ടാകുന്നില്ല. അതാണ് മഹാത്മാവ്. ഭൗതികമായിട്ടുള്ള ഒന്നിലും താല്പര്യം ഉണ്ടാകുന്നില്ല. ശരീരത്തിന് പോലും താല്പര്യം ഉണ്ടാകുന്നില്ല. സമയാസമയത്ത് വിശപ്പ് വരിക, ദാഹിക്കുക, അങ്ങനെയുള്ളതിനെ എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ, ശരീരത്തിന്റെ ആ ത്വരകളെയെല്ലാം നിയന്ത്രിക്കാൻ കഴിവുള്ള ആളായിരിക്കും ആ ശുദ്ധഭക്തൻ. കൃഷ്ണനാണ് ആദി പുരുഷനെന്നും സർവകാരണങ്ങൾക്കും കാരണമെന്നും അദ്ദേഹത്തിന് അറിയാം. അങ്ങനെയുള്ള മഹാത്മാക്കൾ മറ്റു മഹാത്മാക്കളായിട്ടുള്ള ഭക്തന്മാരുമായിട്ട് ചേർന്ന് ഭഗവാന്റെ സേവകൾ ചെയ്യുന്നു. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അങ്ങനെയുള്ള ഭക്തന്മാർ ഭഗവാനെ എങ്ങനെയാണ് ആരാധിക്കുന്നത്? സതതം കീർത്തയന്തോ മാം യദന്തശ്ച ദൃഢവ്രതാഃ നമസ്യന്തശ്ച മാം ഭക്ത്യാ നിത്യയുക്താ ഉപാസതേ. എല്ലായ്പ്പോഴും എന്റെ കീർത്തികൾ ആലപിച്ചും നിശ്ചയദാർഢ്യത്തോടെ പ്രയത്നിച്ചുകൊണ്ടും എന്റെ മുന്നിൽ പ്രണമിച്ചുകൊണ്ടും ഈ മഹാത്മാക്കൾ നിരന്തരം എന്നെ ഭക്തിയോടുകൂടി ആരാധിക്കുന്നു. സതതം കീർത്തയന്തോ മാം, സതതം എല്ലായ്പ്പോഴും ഭഗവാനെ കീർത്തിച്ചു കൊണ്ടിരിക്കുന്നു. യതന്തശ്ച ദൃഢവ്രതാഃ, ദൃഢവ്രതരായിട്ട്, ദൃഢനിശ്ചയത്തോടുകൂടി ഒരിക്കലും ആ വഴിയിൽ നിന്ന് പിന്തിരിയാതെ നിരന്തരം ഭഗവാന്റെ കീർത്തനങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് അവർ ചെയ്യുന്നത്. പിന്നെയോ നമസ്യന്തശ്ച മാം ഭക്തിയ, ഭക്തിയോടുകൂടി ഭഗവാനെ നമസ്കരിക്കുന്നു. അവർ ഭഗവാനാണ് എല്ലാത്തിന്റെയും ഉറവിടം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാനെ നമസ്കരിക്കാൻ അവർ തയ്യാറാണ്. ഭഗവാനേക്കാൾ ശ്രേഷ്ഠനാണ് ഞാൻ എന്നുള്ള ചിന്തയൊന്നും അവർക്കില്ല. അവർ സദാസമയവും ഭഗവാനെ നമസ്കരിക്കുന്നു, ഭഗവാന്റെ മുന്നിൽ കൈകൂപ്പുന്നു. കാരണം അദ്ദേഹമാണ് എല്ലാത്തിന്റെയും ഉറവിടം, സംരക്ഷകൻ എന്ന് അവർക്കറിയാം. നിത്യയുക്ത ഉപാസതേ, അങ്ങനെ നിരന്തരം അവർ ഭഗവാനെ
സേവിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇസ്കോണിൽ പോയാലും ഇത് കാണാൻ സാധിക്കും. അവിടുത്തെ നമ്മുടെ സാധാരണ അമ്പലങ്ങളിൽ ആരത്തി എന്ന് പറയുമ്പോൾ അതൊരു ആരത്തി, ഭഗവാൻ ആരത്തി കഴിക്കുന്ന ഒരു ചടങ്ങ് മാത്രമാണ്. പക്ഷേ നമ്മൾ ഒരു ഇസ്കോൺ അമ്പലത്തിൽ നമ്മൾ പോകാനായിട്ട് എപ്പോഴും അവിടുത്തെ ആരാധനാ പദ്ധതികൾ നമ്മൾ കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പ്രഭുപാദ വളരെ നിഷ്കർഷയോടുകൂടി ഈ ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ആ ഉപദേശങ്ങൾ എല്ലാം തന്നെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് പ്രഭുപാദ ഇസ്കോണിലെ ആ സേവാ പദ്ധതികളെല്ലാം തന്നെ തയ്യാറാക്കിയിരിക്കുന്നത്. ഓരോ തവണയും ഭഗവാന്റെ ആരതിക്ക് 1 മണിക്കൂറോണെങ്കിലും അവിടെ കീർത്തനങ്ങൾ ഉണ്ടാകുന്നു. ആ കീർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഭഗവാനെ കുറിച്ച് സ്തുതിച്ചുകൊണ്ട് പാടുമ്പോൾ നമ്മൾ സ്വയമേവ, കാരണം നമ്മൾ ജീവാത്മാക്കൾ ഭഗവാന്റെ അംശമായതുകൊണ്ട് ആ ഭഗവാനിലാണ് നമ്മുടെ ഭഗവാനുമായിട്ടാണ് നമ്മുടെ ബന്ധമുള്ളത് കൊണ്ട് ആ ഭഗവാന്റെ നാമം നമ്മൾ ഉച്ചരിക്കുമ്പോൾ നമ്മൾ സ്വയമേവ നമ്മുടെ ഉള്ളിൽ ആ സന്തോഷം ഉണ്ടാകുന്നു, ആനന്ദം ഉണ്ടാകുന്നു. അത് ആ ഇസ്കോണിലെ നാമസങ്കീർത്തനത്തിൽ നമുക്ക് പ്രത്യേകം കാണാൻ സാധിക്കും. കാരണം ആ നാമസങ്കീർത്തനത്തോടു കൂടി തന്നെ അവിടെ ആ സങ്കീർത്തനം മുറുകി വരുംതോറും അവിടെയുള്ളവരെല്ലാവരും തന്നെ അറിയാതെ ഡാൻസ് ചെയ്തു പോകുന്നത്, നൃത്തം വെക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് സതതം കീർത്തയന്തോ മാം, സദാസമയവും ഭഗവാനെ കീർത്തിച്ചു കൊണ്ടിരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ആ മഹാത്മാക്കൾക്ക്, ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കിയ ആ ഭക്തന്മാർക്ക് അത് സാധ്യമാകും. അങ്ങനെയുള്ള ഒരു ആരാധനാ പദ്ധതിയാണ് പ്രഭുപാദ ഇസ്കോണിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന, അതായത് പത്രം, പുഷ്പം, ഫലം, തോയം ഭഗവാന് നിവേദിക്കുക, അതെല്ലാം ഇസ്കോണിലെ പ്രധാന ചിട്ടവട്ടങ്ങളാണ്. അതായത് ഭഗവാന്റെ ആരാധന, ഭഗവാന്റെ ആരതി എല്ലാം ചെയ്യുമ്പോൾ ഒരുപാട് സമയം ഭഗവാനെ കീർത്തിക്കുക, ഭഗവാന്റെ മുന്നിൽ നിന്നുകൊണ്ട് നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ഒരുപാട് സമയം ചൊല്ലി ഭഗവാന്റെ മുന്നിൽ നൃത്തം വെക്കുക. കാരണം ആചാര്യന്മാർ പറയുന്നത്, നമ്മൾ കിടന്നുകൊണ്ട് ഭഗവാനെ കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ ഭഗവാൻ ഇരുന്നു കൊണ്ട് അത് കേൾക്കുമത്രേ. നമ്മൾ ഇരുന്നു കൊണ്ട് ഭഗവാനെ കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ ഭഗവാൻ നിന്നുകൊണ്ട് കേൾക്കുമെന്ന്. നമ്മൾ നിന്നുകൊണ്ട് ഭഗവാനെ കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ ഭഗവാൻ അത് നമ്മുടെ അടുത്തേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ പിന്നീട് നൃത്തം ചെയ്തുകൊണ്ട് ഭഗവാനെ കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ ഭഗവാൻ പിന്നീട് നമ്മുടേതായി എന്ന്, പിന്നീട് ഒരിക്കലും ഭഗവാൻ നമ്മളെ വിട്ടു പോകുന്നില്ല എന്ന്. കാരണം ഭഗവാന്റെ മുന്നിൽ നമ്മൾ നൃത്തം വെക്കണമെന്നുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും മുന്നിൽ നമ്മൾ നൃത്തം വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഞാൻ എന്നുള്ള ആ ഒരു ഈഗോ നമ്മൾ കളഞ്ഞിരിക്കണം. അല്ലാതെ നമ്മൾ കാശ് കൊടുത്തി ഭരതനാട്യം അതെല്ലാം ചെയ്യുന്നത് പോലെ അല്ല ഇത്. കാരണം ഭഗവാന്റെ മുന്നിൽ നമുക്ക് എല്ലാം മറന്ന് പാടാനും നൃത്തം വെക്കാനും കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഞാൻ എന്നുള്ള ഈഗോ നമ്മളെ വിട്ടുപോയിരിക്കുന്നു. ആ സമയത്ത് ഭഗവാൻ പിന്നീട് നമ്മുടേതായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ആചാര്യന്മാർ പറയുന്നത്. ആ സമയത്ത് ഭഗവാൻ നമ്മുടേതായി. അപ്പോൾ അതിനുള്ള പരിശീലനം നമുക്ക് ഇസ്കോണിൽ നിന്ന് നമുക്ക് പ്രത്യേകം ലഭിക്കുന്നു. 2 കൈയും ഉയർത്തി കൃഷ്ണ എന്ന് വിളിച്ച് ഭഗവാനെ സമർപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെയാണ് മഹാത്മാക്കൾ നിരന്തരം ഭഗവാനെ ഭക്തിയോടുകൂടി ആരാധിക്കുന്നത്. സതതം കീർത്തയന്തോ മാം, അതായത് ബാഹ്യ പ്രവർത്തനങ്ങളാണ്, ശരീരം കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ. ഭഗവാനെ സേവിക്കുന്നത് എങ്ങനെ എന്ന്, മഹാത്മാക്കൾ എങ്ങനെയാണ് ഭഗവാനെ സേവിക്കുന്നത് എന്ന് ഭഗവാൻ ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നു. നിത്യയുക്ത ഉപാസതേ യദന്തശ്ച ദൃഢവ്രതാഹ. ഇവിടെ പ്രഹ്ലാദനെ കാണിച്ചിരിക്കുന്നു. എന്തെല്ലാം പദ്ധതികളിലൂടെ പ്രഹ്ലാദന്റെ ഭക്തിയെ, ഭഗവാനോടുള്ള ആ ഒരു ശരണാഗതിയെ ഇല്ലാതാക്കാൻ ഹിരണ്യകശിപു ശ്രമിച്ചെങ്കിലും അതിലൊന്നിലും വീഴാതെ ദൃഢനിശ്ചയത്തോടുകൂടി സദാസമയവും നാരായണ നാമം ജപിച്ചുകൊണ്ടായിരുന്നു പ്രഹ്ലാദകുമാരൻ ജീവിച്ചത്. അങ്ങനെ അവസാനം ആ പ്രഹ്ലാദന്റെ ഭക്തിയിൽ, ദൃഢനിശ്ചയത്തിൽ സന്തുഷ്ടനായിട്ട് ഭഗവാൻ തന്നെ സ്വയം നരസിംഹമായിട്ട് അവതരിക്കുകയും ചെയ്തു. അങ്ങനെ ഭക്തന്മാർ അങ്ങനെയാണ് എന്ന് ഭഗവാൻ പറയുന്നു. നമസ്യന്ത്യശ്ച മാ ഭക്തിയ, ഭക്തിയോടുകൂടി സദാസമയവും ഭഗവാനെ നമസ്കരിക്കുകയും ചെയ്യുന്ന ആ ഭക്തന്മാരെ കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. ഒരു സാധാരണ മനുഷ്യനെ
അയാളുടെ സ്വാഭാവിക ലക്ഷണങ്ങളാണ് ഇവിടെ വിവരിച്ചത്. അപ്പോൾ മഹാത്മാവ് എന്ന് പറയുമ്പോൾ മഹാനായിട്ടുള്ള ആത്മാവ്, ആ ജീവാത്മാവിന്റെ കാര്യമാണ് ഭഗവാൻ പറയുന്നത്. മഹാനായിട്ടുള്ള ജീവാത്മാവ്, അതായത് ഭഗവാനെ സ്വാംശീകരിക്കുവാൻ, ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിച്ച ഒരാളാണ് ഇവിടെ മഹാത്മാവ് എന്ന് പറയുന്നത്. ഒരു മഹാത്മാവ് എപ്പോഴും കൃഷ്ണ ഭഗവാന്റെ മഹത് ഗുണങ്ങൾ കീർത്തിച്ചു കൊണ്ടിരിക്കും. അയാൾക്ക് മറ്റൊന്നും ചെയ്യാനില്ല. ഭക്തൻ നിരാകാരവാദിയല്ല. സ്തുതിക്കുക എന്നാൽ പരമപുരുഷനെ കീർത്തിക്കുക എന്നർത്ഥം. അവിടുത്തെ പുണ്യനാമങ്ങൾ സങ്കീർത്തനം ചെയ്യുക, സനാതന രൂപത്തെ വർണ്ണിക്കുക, ദിവ്യ ഗുണങ്ങളെയും അസാധാരണ ലീലകളെയും പ്രകീർത്തിക്കുക എന്നിവയൊക്കെയാണ്. ഇപ്രകാരമുള്ള ദിവ്യ കർമ്മങ്ങളിലൂടെ ഒരു മഹാത്മാവ് ഭഗവാനുമായി സദാ മമതാബന്ധത്തിലായിരിക്കും എന്നാണ് പ്രഭുപാദ പറയുന്നത്. അങ്ങനെയുള്ളതാണ് ഭക്തിയുടെ സേവനം. അത് വളരെ സന്തോഷത്തോടുകൂടി ആയാസരഹിതമായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനിയും ഭഗവാൻ പറയുന്നത് ഭക്തന്മാരെ കുറിച്ച് പറഞ്ഞു. അതുകൂടാതെ പല വിധത്തിൽ ഭഗവാനെ ആരാധിക്കുന്നവരുണ്ട്. അവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ജ്ഞാനയജ്ഞേന ചാപ്യന്യേ യശന്തോ മാമുപാസതേ ഏകത്വേന പൃഥക്ത്വേന ബഹുധാ വിശ്വതോമുഖം. ജ്ഞാനാർജനം കൊണ്ട് യജ്ഞം ചെയ്യുന്ന മറ്റു ചിലർ സർവേശ്വരനെ അദ്വിതീയനായും ബഹുരൂപനായും വിശ്വതോമുഖനായും ആരാധിക്കുന്നു. അങ്ങനെ 3 വിധത്തിൽ ഭഗവാനെ ആരാധിക്കുന്നവരുണ്ട്. ജ്ഞാനാർജനം കൊണ്ട് യജ്ഞം ചെയ്യുന്നവർ, അതായത് ഭഗവാനെ കുറിച്ചുള്ള അറിവ് സമ്പാദിച്ചിരിക്കുന്നു, ജ്ഞാനമുണ്ട്. ഭഗവാനെ പല വിധത്തിലും നമുക്ക് മനസ്സിലാക്കാം. ഭഗവാൻ ഈ ഭൗതിക പ്രപഞ്ചത്തിന് മുഴുവനും ആധാരമായിട്ടുള്ള വിശ്വരൂപമായിട്ട് ഭഗവാനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൂടാതെ ബ്രഹ്മനിർവാണം പോകുന്നവർ, ഭഗവാനും ഞാനും ഗുണത്തിൽ ഒന്നാണ് എന്ന് മനസ്സിലാക്കുന്നവർ, അവർ ഭഗവാനെ അദ്വിതീയനായിട്ട്, അതായത് എന്നിൽ നിന്ന് വ്യത്യസ്തനല്ലാതെ കാണുന്നു, ഞാനും ഭഗവാനും ഈക്വൽ ആണ് എന്ന് അറിയുന്നവരുണ്ട്. അതും ജ്ഞാനാർജനം കൊണ്ട് പരിശുദ്ധരായവർ, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. പിന്നെ വിശ്വതോമുഖനായിട്ട് എല്ലാ ദേവന്മാരുടെ ഉള്ളിലും, അതായത് ഭഗവാന്റെ പല അവതാരങ്ങളുണ്ട്, അതുകൂടാതെ ഈ ദേവന്മാരെല്ലാവരും ഭഗവാന്റെ അംഗങ്ങളാണ്, അങ്ങനെ വിചാരിച്ചുകൊണ്ട് പല ദേവന്മാരെ ആരാധിക്കുന്നവരുണ്ട്. അങ്ങനെ പല വിധത്തിൽ ഭഗവാനെ ആരാധിക്കുന്നവരാണ് എന്ന്. ഭഗവാനും താനും ഭിന്നരല്ല എന്ന ബോധത്തോടെ ആത്മാരാധന ചെയ്യുന്നവർ, അതാണ് ഇവിടെ അദ്വിതീയനായിട്ട്, ഏകത്വേന എന്ന് പറയുന്നത്, അദ്വിതീയനായിട്ട്. പിന്നീട് ഭഗവാനെ ഏതെങ്കിലും ഒരു രൂപത്തിൽ വിഭാവനം ചെയ്ത് അതിനെ ആരാധിക്കുന്നവർ, ഒരു പ്രത്യേകമായിട്ടുള്ള കൃഷ്ണനെ മാത്രം അല്ലെങ്കിൽ വിഷ്ണുവിനെ മാത്രം, നാരായണനെ മാത്രം, അങ്ങനെയല്ല, പല രൂപങ്ങളിൽ ഭഗവാനെ പല വിധത്തിൽ ആരാധിക്കുന്നവരുണ്ട്. അതാണ് പൃഥക്ത്വേന. അതുകൂടാതെ വിശ്വതോമുഖം, ഭഗവാന്റെ വിശ്വരൂപത്തെ, ഭൗതിക പ്രപഞ്ചത്തെ മുഴുവനും ഉൾക്കൊണ്ടിരിക്കുന്ന ആ ഭഗവാന്റെ വിശ്വരൂപത്തെ ആരാധിക്കുന്നവരുമുണ്ട്. അവരെല്ലാവരും ആ പ്രത്യേകമായിട്ടുള്ള ജ്ഞാനം കൈക്കൊണ്ടുകൊണ്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ വിശ്വരൂപം എന്നുള്ളത് ഭഗവാന്റെ തന്നെ അവതാരമാണ്. ഈ ഭൗതിക പ്രപഞ്ചം മുഴുവനും ഉൾപ്പൂകിയിരിക്കുന്ന വിശ്വരൂപം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ ആരാധിക്കുന്നത്. പിന്നെ ചിലർ ഭഗവാന്റെ അവ്യക്തിഗതവാദികളായിട്ടുള്ളവർ, ഞാനും ഭഗവാനും ഈക്വലാണ്, ആധ്യാത്മികരാണ്, ഭഗവാൻ ആധ്യാത്മികരാണ്, ഞാനും ആധ്യാത്മികനാണ്, രണ്ടുപേരും ഗുണത്തിൽ ഒന്നാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവ്യക്തിഗതവാദികൾ ഭഗവാനെ അദ്വിതീയനായിട്ട്, വാസ്തവത്തിൽ ഭഗവാനും നമ്മളും ഒന്നല്ല രണ്ടാണ്, പക്ഷെ അവർ ഒന്നാണ് എന്ന് വിചാരിക്കുന്നു. ഈ ശരീരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ജീവാത്മാവ് ഭഗവാനിൽ പോയി ലയിക്കുമെന്നാണ് അവർ വിചാരിക്കുന്നത്. അങ്ങനെ അദ്വൈതവാദികളുണ്ട്. കൂടാതെ ഭഗവാന്റെ പല രൂപങ്ങളെ ആരാധിക്കുന്നവരുണ്ട്. അവരെല്ലാവരും അങ്ങനെ പല വിധത്തിലുള്ള ആളുകളുണ്ട് എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നു. അഹം ക്രതുരഹം യജ്ഞഃ സ്വധാഹമഹം ഔഷധം മന്ത്രോഹമഹമേ വാച്യം അഹം അഗ്നീരഹം ഹുതം. ക്രിയയും യജ്ഞവും ഞാനാകുന്നു, പിതൃക്കൾക്ക് നൽകപ്പെടുന്ന ഹവ്യവും ഔഷധവും അഭൗതിക മന്ത്രങ്ങളും ഞാനത്രേ, അഗ്നിയും അതിൽ ഹോമിച്ചവയും നെയ്യും ഞാൻ തന്നെ. കാരണം ആ സൃഷ്ടിയുടെ ആരംഭത്തിൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഭഗവാൻ തന്നെ, നമ്മൾ ജീവാത്മാക്കളായിട്ട് അനന്ത ശക്തിയായിട്ട് ഭഗവാൻ തന്നെയാണ് പ്രകടമാകുന്നത്. കാരണം ഭഗവാന്റെ തന്നെ ശക്തികളാണ് നമ്മൾ എല്ലാവരും. അതുപോലെ ഈ ഭൗതിക പ്രകൃതിയിൽ ഇങ്ങനെ ഭഗവാൻ പലതായിട്ട്
പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് ഇവിടെ ഭഗവാൻ പറയുന്നു. ക്രിയ, നമ്മൾ ചെയ്യുന്ന യജ്ഞങ്ങൾ ഭഗവാൻ തന്നെയാണ് അത് എന്ന് ഭഗവാൻ പറയുന്നു. കൂടാതെ പിതൃക്കൾക്ക് ഹവ്യം അർപ്പിക്കുമ്പോൾ അതും ആ പിതൃക്കൾ ആ ഹവിസ് സേവിച്ച് അവരും പുണ്യ സമ്പാദിക്കുന്നു. അതും ഭഗവാൻ തന്നെ എന്ന് പറയുന്നു. ഔഷധം, അതും ഭഗവാൻ തന്നെയാണ്. കാരണം ഒരു തരത്തിൽ പറഞ്ഞാൽ ഭഗവാനിൽ നിന്ന് വേർപ്പെടുത്തി നമുക്ക് ഇവിടെ ഭൗതിക പ്രപഞ്ചത്തിൽ ഒന്നിനെയും കാണുവാൻ സാധ്യമല്ല എന്ന്. കാരണം എല്ലാത്തിലും ഭഗവാന്റെ അംശമുണ്ട്. അത് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു. എല്ലാത്തിലും ഭഗവാന്റെ അംശം ഉള്ളത് കൊണ്ട് ഭഗവാനിൽ നിന്ന് വേറിട്ട് നമുക്ക് ഇവിടെ ഒന്നും തന്നെ കാണുവാൻ സാധ്യമല്ല. ജഗതോ വേദ്യം പവിത്രമോംകാര ഹൃത്സാമയചുരേവച. അതായത് ഭഗവാൻ പറയുന്നത്, ലോകത്തിന്റെ അമ്മയും അച്ഛനും രക്ഷകനും പിതാമഹനും ഞാൻ തന്നെ. അറിയേണ്ടതും പവിത്രമാകുന്നതും പ്രണവവും ഹൃത്സാമ യജുർവേദങ്ങളും ഞാൻ തന്നെ. എങ്ങനെയാണ് ലോകത്തിന്റെ അമ്മയും അച്ഛനും രക്ഷകനും പിതാമഹനും ഞാൻ തന്നെയാകുന്നത്? കാരണം നമ്മുടെ അച്ഛനമ്മമാരുടെ ഉള്ളിലും ഭഗവാനുണ്ട്. അവരും ജീവാത്മാക്കളാണ്, അവരും ഭഗവാന്റെ അംശമാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ, നമ്മൾ ഒരു വിധത്തിൽ മനസ്സിലാക്കുമ്പോൾ അവരുടെ ഭൗതികമായ ശരീരത്തെ കളഞ്ഞു കഴിഞ്ഞാൽ അവരും ഭഗവതംശമായ ജീവാത്മാക്കളാണ്. അപ്പോൾ അവരും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല. അങ്ങനെ മനസ്സിലാക്കണം. ഭൗതിക ലോകത്തിലെ ഈ ബന്ധങ്ങളെല്ലാം കൃഷ്ണന്റെ വിഭിന്ന അംശങ്ങൾ തന്നെ. അവയെല്ലാം കൃഷ്ണനാണ് എന്ന് ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുന്നു. പിതാഹം അസ്യ ജഗതോ, ഈ ജഗത്തിൽ നമ്മുടെ പിതാവ്, മാതാ ധാതാ പിതാമഹ, എല്ലാവരുടെയും ശരീരം വേറെയാണ് എന്നേ ഉള്ളൂ. പക്ഷെ അകത്തുള്ളത് ആ ജീവാത്മാക്കളെല്ലാം തന്നെ ഭഗവതംശമാണ്. അപ്പോൾ ഒരു വിധത്തിൽ ഭഗവാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമ്മുടെ മുൻകാലങ്ങളിലുള്ളവർ, ആചാര്യന്മാരെല്ലാവരും അച്ഛനെയും അമ്മയെയും ഗുരുവിനെയും എല്ലാവരെയും നമ്മൾ ഭഗവാനായിട്ട് കരുതി അവരെ നമ്മൾ വണങ്ങണം, അവരെ ആരാധിക്കണം എന്ന് പറയുന്നത്. കാരണം നമ്മൾ അതിന്റെ ആത്മീയ തലത്തിലേക്ക് നമ്മൾ ഉയരണം എന്ന് മനസ്സിലാക്കണം. ഭൗതികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രത്യേക ശരീരങ്ങളാണ് എല്ലാവരും. പക്ഷെ ആത്മീയമായിട്ട് ചിന്തിക്കുമ്പോഴോ എന്റെ ഉള്ളിലുള്ളതും നിങ്ങളുടെ ഉള്ളിലുള്ളതും എല്ലാം തന്നെ ഭഗവതംശമായ ജീവാത്മാക്കളാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുക. ധാത, രക്ഷകൻ ഭഗവാനാണ്. പവിത്രമാകുന്നതും വിശേഷിച്ച നമ്മുടെ മൂലസ്വരൂപത്തെ പവിത്രീകരിക്കാൻ ഉതകുന്ന വിഷയം കൃഷ്ണൻ തന്നെ. അതായത് നമുക്ക് പവിത്രമാകണം എന്നുണ്ടെങ്കിൽ, പരിശുദ്ധമാകണം എന്നുണ്ടെങ്കിൽ അതിന് ഭഗവാനെ തന്നെ നമ്മൾ സമീപിച്ചാലേ സാധിക്കുകയുള്ളൂ. ഓംകാരം ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട്. പ്രണവം ഭഗവാന്റെ തന്നെ ശബ്ദമാണ്, ഭഗവാനെ കുറിക്കുന്ന ശബ്ദമാണ്. വൈദിക മന്ത്രങ്ങളിൽ വെച്ച് പ്രണവം എന്ന ഓംകാരം അതീന്ദ്രിയമായ സ്പന്ദനമാണ്. അതും കൃഷ്ണൻ തന്നെയാണ്. എല്ലാ വേദങ്ങളും, ഋക് സാമ യജുർ വേദങ്ങളെല്ലാം തന്നെ ഭഗവാനെ സംബന്ധിക്കുന്നതാണ്. അതിലൂടെ എല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാനെ കുറിച്ചാണ്. അതുകൊണ്ട് എല്ലാം തന്നെ കൃഷ്ണനാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഭൗതിക ജീവിതത്തിൽ നമ്മൾ വ്യത്യസ്ത ജീവാത്മാക്കളുമായി വിവിധ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു. അവരെല്ലാം കൃഷ്ണന്റെ തടസ്ഥ ശക്തികൾ മാത്രം. പ്രകൃതി സർഗത്തിൽ അവർ നമ്മുടെ മാതാപിതാക്കളോ പിതാമഹന്മാരോ സൃഷ്ടാക്കളോ ഒക്കെ ആയിത്തീരുന്നുവെങ്കിലും കൃഷ്ണന്റെ വിഭിന്നാംശങ്ങളാണ് ഇവരെല്ലാം. അപ്പോൾ ഇവിടെ ഈ ഭൗതിക പ്രകൃതി ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ജയിലായിട്ട്, ഭൗതിക പ്രകൃതി എന്നുള്ളത് ഒരു ജയിലാണ്. പുറത്തു നിൽക്കുന്നത് ആരൊക്കെയാണ്? പ്രഭുപാദ, പിന്നീട് ഗവർണിത്തായി, ഭഗവാൻ കൃഷ്ണൻ. അവരെല്ലാവരും പല വിധത്തിൽ നമ്മളെ പുറത്തേക്ക് ക്ഷണിക്കുകയാണ്. ഭാഗവത്ഗീത, ഭാഗവതം മുതലായവയെല്ലാം തന്നുകൊണ്ട് ഈ ജയിലിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് നമ്മളെ വിളിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഈ ജയിലിന്റെ ഇവിടെ കൊടുത്തിരിക്കുന്നു ഈ പ്രിസൺ ഹൗസിന്റെ റൂൾസ് എന്തൊക്കെയാണ്? ഭൗതിക പ്രകൃതിയാകുന്ന ഈ ജയിലിന് ഒരുപാട് നിയമങ്ങൾ, നിബന്ധനകളുണ്ട്. ഇവിടെ ജീവിക്കണമെങ്കിൽ എന്തൊക്കെയാണ് നിബന്ധനകൾ? അപ്പോൾ ഇവിടെ ജീവിക്കുന്ന ഓരോരുത്തരും, അവർക്ക് എല്ലാവർക്കും വൃദ്ധാവസ്ഥയാകുന്നു, അവരെല്ലാവരും മരിക്കണം എന്നുള്ളത് ഇവിടത്തെ ഒരു റൂളാണ്. ആർക്കും എക്സെപ്ഷൻ ഇല്ല, ആർക്കും അതിൽ നിന്ന് ഒഴിവ് കഴിവില്ല. ഈ ഭൗതിക പ്രപഞ്ചത്തിൽ ജനിക്കുന്നവരെല്ലാവരും വൃദ്ധന്മാരാകണം, അവരെല്ലാവരും മരിക്കണം. അത് ഈ ഭൗതിക പ്രപഞ്ചമാകുന്ന ജയിലിന്റെ ഒരു റൂളാണ്. രണ്ടാമത്, ഇവിടത്തെ
ഇവിടെ ശരീരം, ഭൗതിക ശരീരം സ്വീകരിക്കുന്നവരെല്ലാവരും തന്നെ അവനവന്റെ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നവരാണ്. അപ്പോൾ പക്ഷേ ഇവിടുത്തെ ഇന്ദ്രിയങ്ങൾ, ഈ ഭൗതിക ഇന്ദ്രിയങ്ങൾ ഒരിക്കലും സന്തോഷിക്കാൻ, നമുക്ക് തൃപ്തിപ്പെടുത്തുവാൻ സാധിക്കുകയില്ല എന്നുള്ളത് അത് ഒരു നിയമമാണ്. ഭൗതിക പ്രപഞ്ചത്തിലുള്ള അല്ലെങ്കിൽ ഭൗതിക ശരീരത്തിലെ ഇന്ദ്രിയങ്ങൾക്ക് നമ്മൾ എത്രമാത്രം ഭൗതികമായ വിഷയങ്ങൾ സന്തോഷിക്കാൻ കൊടുത്താലും അവ ഒരിക്കലും സന്തുഷ്ടരാകുകയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ച് നമ്മൾ വളരെയധികം ആൻസൈറ്റി, വളരെയധികം നമ്മൾ ടെൻഷൻ എടുക്കുന്നു. അങ്ങനെയുള്ള ആ ടെൻഷൻ എടുത്ത് ഫ്രസ്ട്രേഷൻ, അതായത് നമ്മൾ നിരാശരായി മാറുമ്പോൾ നമ്മുടെ മുന്നിൽ 2-3 ഓപ്ഷൻസേ ഉണ്ടാകുകയുള്ളൂ. എന്ത് ചെയ്യും? നമ്മൾ എന്തെങ്കിലും ലഹരി പദാർത്ഥത്തിന് അടിമയാകും. കാരണം ഇന്ദ്രിയങ്ങൾക്ക് ഒരു തരത്തിലും ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കാൻ സാധിക്കുന്നില്ല. പിന്നെയും എന്തെങ്കിലും വേണമെന്ന് ഒരു തൃപ്തി വരുന്നില്ല നമുക്ക് ഉള്ളിൽ. നമ്മൾ എന്തെല്ലാം പരിശ്രമിച്ചാലും, ഭൗതികമായിട്ടുള്ള എന്തെല്ലാം നമ്മുടെ കൈവശമുണ്ടെങ്കിലും നമ്മളൊരു ആത്മീയ ജീവിതമല്ല നയിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും സന്തുഷ്ടരാകില്ല, നമുക്കൊരു തൃപ്തി വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു സന്തോഷം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കും. അങ്ങനെ സന്തോഷം അന്വേഷിച്ച് പോയിട്ടാണ് നമ്മൾ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയാകുന്നത്. കൂടാതെ വയലൻസ്, മറ്റുള്ളവർ സന്തോഷിക്കുന്നത് കാണുമ്പോൾ നമുക്കതിൽ അവരോട് വൈരാഗ്യം വരുന്നു. അങ്ങനെ നമ്മൾ ആക്രമണകാരികളായിട്ട് മാറുന്നു. അവസാനം ഒരു വിധത്തിലും നമുക്ക് ഒരു സന്തോഷമില്ലാത്ത അവസ്ഥ വരുമ്പോൾ അവസാന കൈയായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആത്മഹത്യ ചെയ്യും. കാരണം അത്രമാത്രം ഫ്രസ്ട്രേഷൻ, നിരാശ, അങ്ങനെ നമ്മൾ ആത്മഹത്യ ചെയ്യുന്നു. ആത്മഹത്യ ചെയ്യുന്നതും പാപമാണ്. പക്ഷെ ഏതെങ്കിലും വിധത്തിൽ വേറൊരു ശരീരത്തിലേക്ക് നമുക്ക് അങ്ങനെ പോകാൻ സാധിക്കുന്നു. കാരണം ഈ ശരീരം, ഇത്രമാത്രം ആയുസ് നമുക്ക് തന്നിരിക്കുന്നത് ഭഗവാനാണ്. ആ ആയുസ്സിനെ നമ്മൾ വെട്ടിക്കുറച്ച് നമ്മൾ സ്വയം ഒരു തീരുമാനമെടുത്ത് ഈ ശരീരത്തെ ഇല്ലാതാക്കുമ്പോൾ, കാരണം നമ്മൾ ഭഗവാനല്ല, ഭഗവാൻ നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ മരണപ്പെടണം. പക്ഷെ നമ്മൾ ആ ഭഗവാന്റെ നിയമത്തെ മറികടക്കുകയാണ് ആത്മഹത്യ മൂലം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പാപമാണ്, കുറ്റകൃത്യമാണ് ചെയ്യുന്നത്. അത് ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ നിയമവും ശരി അങ്ങനെയുണ്ട്. ആത്മഹത്യ ചെയ്യുന്നത് കുറ്റകരമാണ് എന്ന് ഇവിടെയും നിയമമുണ്ട്, ഭഗവാന്റെ ബുക്കിലും അതേ നിയമം. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമുക്ക് ഒരു സ്ഥൂല ശരീരം ലഭിക്കുവാനായിട്ട് വളരെയധികം പ്രയാസപ്പെടേണ്ടി വരും. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്നത് അങ്ങനെ ആത്മഹത്യ അല്ലാതെ വേറെ ഒരു ഉപാധിയും അങ്ങനെയുള്ള നിരാശനായിട്ടുള്ള ഒരാൾക്ക് കാണുകയില്ല. അങ്ങനെ അയാൾ തന്റെ ശരീരത്തെ ഇല്ലാതാക്കി. പിന്നീട് പക്ഷേ അതുകൊണ്ട് തീരുന്നില്ല, വീണ്ടും ഒരു ജന്മം ലഭിക്കുന്നു. ഇതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ശരീരത്തിൽ വീണ്ടും ഒരു ജന്മം ലഭിക്കുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ, ഈ പ്രിസൺ ഹൗസിന്റെ, അതായത് ഈ ഭൗതിക പ്രപഞ്ചമാകുന്ന ജയിലിന്റെ റൂൾസ് ആണ് ഇതൊക്കെ. ഇവിടെ ജീവിക്കേണ്ടി വരുമ്പോൾ നമുക്ക് ഇതെല്ലാം തന്നെ നമ്മുടെ മുന്നിൽ കാണേണ്ടതായിട്ട് വരുന്നു. പിന്നെ ഇവിടെ ആരെങ്കിലും, ഇവിടെ പറയുന്നത് ഈ ഭൗതിക പ്രപഞ്ചമാകുന്ന ഈ വ്യാമോഹത്തിന്റെ, ഈ മായയുടെ ജാലത്തിൽ ആരെങ്കിലും നമ്മളെ, ഇത് ജയിലാണ്, ഇവിടെ നിന്ന് നമ്മളെ മോചിപ്പിക്കാം, ഈ ഭഗവത്ഗീത, ഭാഗവതം മുതലായവയെല്ലാം വായിച്ച് മനസ്സിലാക്കി ഭഗവാന്റെ ഭക്തനായി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നുള്ള മോചനം ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ടെല്ലാം ആരെങ്കിലും വന്നു കഴിഞ്ഞാലോ നമ്മൾ എന്ത് ചെയ്യും? അവരെ എങ്ങനെയെങ്കിലും ഓടിക്കാനാണ് നമ്മൾ ശ്രമിക്കുക, അവരെ ഇഗ്നോർ ചെയ്യാൻ, അവരെ തിരസ്കരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. അതും ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ ഒരു റൂളാണ്. അതായത് ഇവിടെ വസിക്കുമ്പോൾ നമുക്ക് ആ പ്രപഞ്ചത്തിന്റെ മായയിൽപ്പെട്ട് നമ്മൾ അങ്ങനെയും പ്രവർത്തിക്കുന്നു. കാരണം അതൊന്നും സാധ്യമാകില്ല. ഇവിടെ ഇതാണ് നമുക്ക് ശരീരബോധത്തിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നു. അതായത് അതെല്ലാം വളരെ കഷ്ടമാണ്. ഭഗവാനെ സേവിക്കുക, ദിവസവും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക, ഭാഗവതം ഭഗവത്ഗീത വായിക്കുക, ഇതിനെല്ലാം എവിടെ നിന്നാണ് സമയം എന്നെല്ലാം നമ്മൾ വിചാരിക്കുന്നു. നമ്മൾ ഈ ശരീരത്തിന്റെ ഇന്ദ്രിയ സുഖഭോഗത്തിന് വേണ്ടിയിട്ട് കാശുണ്ടാക്കാനുള്ള തത്രപ്പാടിലാണ്. അങ്ങനെ നമ്മൾ ആ ആചാര്യന്മാരെ, ഭഗവാന്റെ ഉപദേശങ്ങളെ എല്ലാം നമ്മൾ തിരസ്കരിക്കുന്നു. അതാണ് ഈ ഭൗതിക പ്രപഞ്ചം എന്ന് നമ്മൾ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള ഭൗതിക പ്രപഞ്ചത്തിൽ നമ്മൾ ഈ കാണുന്നതെല്ലാം തന്നെ ഭഗവാന്റെ ശക്തിയാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്.
ഗതിർഭർത്താ പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത് പ്രഭവ പ്രളയ സ്ഥാനം നിധാനം ബീജമവ്യയം. ഭഗവാൻ പറയുന്നത് ലക്ഷ്യം, നമ്മളൊരു മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിത ലക്ഷ്യം ഭഗവാനാണ്. ഭരണകർത്താവ്, എല്ലാത്തിന്റെയും നിയന്താവ് ഭഗവാനാണ്. നമ്മുടെ പ്രഭു, നമ്മുടെ യജമാനൻ ഭഗവാനാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും സാക്ഷിയും ആ പരമാത്മാവായിട്ടുള്ള ഭഗവാനാണ്. വാസസ്ഥാനം, നമ്മൾ അവസാനം ചെന്ന് ചേരേണ്ടത് ആ ഭഗവാനിലാണ്. നമ്മുടെ ആശ്രയം, ഒരേ ഒരു ആശ്രയം ഈ ഭൗതിക പ്രപഞ്ചത്തിൽ ഭഗവാൻ മാത്രമാണ്. മറ്റുള്ള എന്തെല്ലാം ആരെല്ലാം നമുക്ക് ആശ്രയം തരും എന്നെല്ലാം നമ്മൾ വിചാരിച്ചാലും എല്ലാവരും ഈ ഭൗതിക പ്രകൃതിക്ക് അധീനരായതുകൊണ്ട് അവരെല്ലാവരും തന്നെ ഉപാധി വിധേയമായിട്ടേ പ്രവർത്തിക്കുള്ളൂ എന്ന് മനസ്സിലാക്കുക. പക്ഷേ ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരിക്കലും നമ്മുടെ കൈവിടുകയില്ല എന്ന് മനസ്സിലാക്കണം. ഉറ്റമൃത്തവും മിത്രവും ഭഗവാനാകുന്നു. സൃഷ്ടിയും സംഹാരവും എല്ലാറ്റിന്റെയും അടിസ്ഥാനവും ശാശ്വതമായ ബീജവും ഞാൻ തന്നെ. അപ്പോൾ എല്ലാം തന്നെ ഭഗവാനാണ് എന്ന് ഭഗവാൻ പറയുന്നു. ഇവിടെ ഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാപ്യസ്ഥാനം, നമ്മൾ ചെന്ന് ചേരേണ്ടുന്ന പ്രാപ്യസ്ഥാനം, ലക്ഷ്യസ്ഥാനം ഭഗവാനാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. കൃഷ്ണനാണ് ആത്യന്തികമായിട്ടുള്ള പ്രാപ്യസ്ഥാനം. കൂടാതെ എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്ന പരമാത്മാവ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സാക്ഷിയായിട്ടുണ്ട്. അദ്ദേഹമാണ് നമ്മുടെ എല്ലാവരുടെയും ആശ്രയം, അദ്ദേഹമാണ് അഭയസ്ഥാനം, ഭഗവാനാണ്. കൂടാതെ നമ്മുടെ ഉറ്റമൃത്രവും അഭ്യുദയകാംക്ഷിയും എല്ലാം തന്നെ ഭഗവാനാണ് എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നു. തപാമ്യഹമഹം വർഷം നിഗൃണാമുസൃജാമി ച അമൃതം ചൈവ മൃത്യുശ്ച സദസശ്ചാഹമർജുന. ഞാൻ ഊർജം പ്രദാനം ചെയ്യുന്നു, മഴ പെയ്യിക്കുന്നതും നിർത്തുന്നതും ഞാൻ തന്നെ. ഞാനാണ് അമൃതവും മൃത്യുവും ആത്മാവും ജഡവസ്തുവും എന്നിലാണ്. കൃഷ്ണൻ തന്റെ വിവിധ ശക്തികളാൽ, വൈദ്യുതിയാലും സൂര്യനാലും ചൂടും വെളിച്ചവും പരത്തുന്നു. ഭഗവാന്റെ തന്നെ ശക്തിയാലാണ്, ഭഗവാന്റെ തന്നെ ശരീരത്തിന്റെ തേജസ്സാണ് സൂര്യനിലും ചന്ദ്രനിലും പ്രകാശമായിട്ട് കാണപ്പെടുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭഗവാന്റെ തന്നെ ശക്തിയാലാണ് സൂര്യനിൽ പ്രകാശമായിട്ട് കാണപ്പെടുന്നത്. അങ്ങനെ ഭഗവാനാൽ ഊർജം പ്രദാനം ചെയ്യപ്പെടുന്നു. ഇവിടെ നമുക്ക് ഊർജം ലഭിക്കുന്നത്, ശക്തി ലഭിക്കുന്നത് ഭഗവാനിൽ നിന്നാണ്. വേനൽക്കാലത്ത് മഴ പൊഴിയാതെ തടയുന്നതും മഴക്കാലത്ത് വർഷധാരകൾ അഴിച്ചു വിടുന്നതും കൃഷ്ണനാണ്. നമ്മുടെ ജീവിതകാലത്തിന് ദൈർഘ്യം കൂട്ടി ഈ ശരീരത്തെ നിലനിർത്തുന്നതും കൃഷ്ണനാണ്. അന്ത്യദശയിൽ മൃത്യുരൂപത്തിൽ വരുന്നതും ഭഗവാൻ തന്നെ. അപ്പോൾ നമുക്ക് ഈ ശരീരം പ്രവർത്തിക്കാനുള്ള ഊർജം പ്രദാനം ചെയ്യുന്നത് ഭഗവാനാണ്. അതുകൂടാതെ മരണമായിട്ട് നമ്മളെ സമീപിക്കുന്നതും അതും തന്നെ ഭഗവാന്റെ ശക്തിയാണ്. അപ്പോൾ എല്ലാം ഭഗവാന്റെ ശക്തിയില്ലാതെ ഇവിടെ ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല എന്ന് ഭഗവാൻ തന്നെ സ്വയം നമുക്ക് പറഞ്ഞു തരികയാണ്. ആത്മാവും പദാർത്ഥവും കൃഷ്ണനാകയാൽ സർവപ്രത്യക്ഷ ഭൗതിക പ്രപഞ്ചങ്ങളും അടങ്ങിയ ഭീമാകാരമായ ആ വിശ്വരൂപവും കൃഷ്ണനാണ്. ദ്വിഭുജനായ ശ്യാമസുന്ദരനായി ഓടക്കുഴൽ ഊതിക്കൊണ്ട് വൃന്ദാവനത്തിൽ അദ്ദേഹം നടത്തിയ ലീലകൾ എല്ലാം ഭഗവാന്റേത് തന്നെ. പക്ഷേ ഭഗവാൻ വീണ്ടും നമുക്ക് പറഞ്ഞു തരികയാണ്, ഇങ്ങനെയാണ് എല്ലാം തന്നെ ഭഗവാനാണ് എന്നുണ്ടെങ്കിലും പക്ഷെ ചിലർ എന്ത് സംഭവിക്കുന്നു, ഈ ഭൗതിക പ്രപഞ്ചത്തിൽ ഇന്ദ്രിയ സുഖത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവർ, പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ട് അവർ സ്വർഗീയ സുഖത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണ്. വേദപഠനം ചെയ്യുന്നു ചിലർ പുണ്യകർമ്മങ്ങൾ, യജ്ഞം, ദാനം, തപസ് ഇതെല്ലാം ചെയ്യുന്നു. അങ്ങനെ അനേകം പുണ്യകർമ്മ ഫലങ്ങൾ സ്വരൂപിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, സ്വർഗത്തിലേക്ക് പോകാനായിട്ട് അവർ പരിശ്രമിക്കുന്നു. സ്വർഗത്തിൽ പോയി സ്വർഗീയ സുഖം അനുഭവിക്കാൻ അവർ പരിശ്രമിക്കുന്നവരാണ്. ത്രൈവിദ്യാമാം സോമപാഹ പൂതപാപ യജ്ഞൈരിഷ്ട്വാ സ്വർഗതിം പ്രാർത്ഥയന്തേ തേ പുണ്യമാസാദ്യ സുരേന്ദ്രലോകം അശ്നന്തി ദിവ്യാൻ ദിവ്യദേവ ഭോഗാൻ. സ്വർഗീയ സുഖങ്ങൾ കാക്ഷിച്ച് വേദപഠനം നടത്തുന്നവരും സോമപാനം ചെയ്യുന്നവരും മറ്റൊരു വിധത്തിൽ ഭജിക്കുന്നത് എന്നെയാകുന്നു. പാപഫലങ്ങളിൽ നിന്ന് മുക്തരായി പുണ്യലോകമായ ഇന്ദ്രന്റെ സ്വർഗത്തിൽ ജനിച്ച് അവർ ദിവ്യ സുഖങ്ങളെ അനുഭവിക്കുന്നു. പക്ഷേ അത് ശാശ്വതമാണോ?
സ്വർഗീയ ലോകത്തിൽ പോയിട്ട് അവിടെ അനേക കാലം അവർക്ക് പുണ്യകർമ്മങ്ങളെല്ലാം അനുഭവിക്കാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് അത്രമാത്രം പുണ്യകർമ്മങ്ങൾ അവർ ഭൂമിയിൽ ചെയ്യുന്നുണ്ട്. വേദ പഠനം ചെയ്യുക എന്നുള്ളത് ഒരു പുണ്യകർമ്മമാണ്. വേദമന്ത്രങ്ങൾ എല്ലാം തന്നെ ആത്മീയ മന്ത്രങ്ങളാണ്, ആധ്യാത്മികമാണ്. അവയെ വായിക്കുന്നത്, അവയെ പഠിക്കുന്നത് എല്ലാം പുണ്യകർമ്മങ്ങളാണ്. കൂടാതെ യജ്ഞം, ദാനം, തപസ് ഇവയെല്ലാം തന്നെ പുണ്യകർമ്മമായതുകൊണ്ട് അതിന്റെ എല്ലാം ഫലമായിട്ട് അവർക്ക് സ്വർഗലോകത്തിലേക്ക് പോകാൻ സാധിക്കും. പക്ഷേ അവിടെ അത് ശാശ്വതമായിട്ടുണ്ടോ സ്വർഗലോകം എന്നുള്ളത്? അവർക്ക് എന്നെന്നും അവിടെ ജീവിക്കാൻ സാധിക്കുമോ? ഇല്ല എന്ന് പറയുന്നു ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ. തേതം ഭൂക്ത്വാ സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി ഏവം ത്രയീ ധർമ്മമനുപ്രപന്ന ഗതാഗതം കാമകാമാലഭന്തേ. ഇങ്ങനെ സ്വർഗീയങ്ങളായ ഇന്ദ്രിയ സുഖങ്ങൾ ഒട്ടേറെ അനുഭവിച്ച് തങ്ങൾ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലമെല്ലാം നഷ്ടപ്പെടുമ്പോൾ അവർ ഈ നശ്വരമായ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നു. വേദത്രയ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന സുഖാനുഭോഗാന്വേഷികൾക്ക് ജന്മമൃത്യു പരമ്പരയല്ലാതെ മറ്റൊന്നും കിട്ടാനില്ല. ഭഗവാൻ പറയുന്നത് ഭഗവാനെ ആരാധിക്കുന്നവർക്ക്, ഭഗവാന്റെ ഭക്തന്മാരാകുന്നവർക്ക് മാത്രമേ ആ പുനർജന്മത്തെ ഇല്ലാതാക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ മറ്റുള്ള ദേവന്മാരെ ആശ്രയിക്കുന്നവർക്ക് പോലും അത് സാധ്യമല്ല. അപ്പോൾ ഇവിടെ പുണ്യകർമ്മം ചെയ്ത് സ്വർഗലോകത്തിലേക്ക് പോയി എന്ന് വെച്ചുകൊണ്ട് അവരുടെ പുനർജന്മം ഇല്ലാതാകുന്നില്ല. കാരണം അവർ എത്രമാത്രം പുണ്യം ചെയ്തിട്ടുണ്ടോ അത്രയും കാലം മാത്രമേ അവർക്ക് അവിടെ വസിക്കാൻ സാധിക്കുകയുള്ളൂ. ആ പുണ്യകർമ്മത്തിന്റെ ഫലം കഴിയുമ്പോൾ അവർക്ക് തിരിച്ച് ഭൂമിയിലേക്ക് വരേണ്ടി വരും. തേതം ഭുക്ത്വാ സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. ക്ഷീണേ പുണ്യേ, പുണ്യകർമ്മത്തിന്റെ ഫലം കഴിയുമ്പോൾ അവർക്ക് തിരിച്ച് ഈ നശ്വരമായിട്ടുള്ള ഭൂമിയിലേക്ക് വരേണ്ടി വരും എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ യജ്ഞം നടത്തുന്നു സ്വർഗം ലഭിക്കാൻ. അവർ മതിയായ പുണ്യഫലങ്ങൾ നേടിയെടുക്കുമ്പോൾ ദേവഗ്രഹങ്ങളിലേക്ക് പോകുന്നു, അവിടെ ഒരുപാട് സുഖം ആസ്വദിക്കുന്നു. അതിനുശേഷം അവർക്ക് തിരിച്ച് ഭൂമിയിലേക്ക് വരേണ്ടി വരുന്നു. ഇതെല്ലാമാണ് കർമ്മകാണ്ഡം എന്ന് പറയുന്നത്. വേദങ്ങളിൽ ഒരുപാട് ഇതേപോലെയുള്ള പുണ്യകർമ്മം സമ്പാദിച്ച് എങ്ങനെ സ്വർഗലോകത്തിലേക്ക് പോകാമെന്നുള്ള വഴികളെല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതെല്ലാം കർമ്മകാണ്ഡമാണ്. അതിന് തിരിച്ച് അതിന്റെ ഫലം അനുഭവിച്ച ശേഷം തിരിച്ച് ഭൂമിയിലേക്ക് വരേണ്ടി വരുന്ന പ്രക്രിയകളാണ് അതെല്ലാം എന്ന് പറയുന്നു. പക്ഷേ ഭഗവാനെ ആരാധിക്കുന്നവർക്കാണെങ്കിലോ അനന്യാചിന്തയന്തോ മാം യേജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. എന്റെ ദിവ്യരൂപത്തെ ധ്യാനിച്ചുകൊണ്ട് പൂർണ്ണമായ ഭക്തിയോടെ ആരാണോ എന്നെ എല്ലായ്പ്പോഴും ആരാധിക്കുന്നത് അവർക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ നൽകും, അവർക്കുള്ളതെല്ലാം ഞാൻ നിലനിർത്തുകയും ചെയ്യും. അപ്പോൾ ഭഗവാനെ ആരാധിക്കുന്നവർക്കാണെങ്കിലോ നേരിട്ട് ഭഗവാന്റെ സംരക്ഷണമാണ്. ഭഗവാനെ ആരാധിക്കുന്നവർക്ക്, മറ്റുള്ളവർക്ക് ഭഗവാന്റെ സംരക്ഷണമേ ഇല്ല. അവർ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നു, അതിന്റെ ഫലം അനുഭവിക്കാൻ സ്വർഗലോകത്തിൽ പോകുന്നു, അത് കഴിയുമ്പോൾ തിരിച്ചു വരേണ്ടി വരും. അതെല്ലാം ഭഗവാന്റെ നിയമങ്ങൾക്കും നിബന്ധനകളും അനുസരിച്ചുള്ള ഒരു ജീവിതം അവർക്ക് നയിക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഭഗവാനെ ശുദ്ധ ഭക്തിയോടുകൂടി ആരാധിക്കുന്നവർക്ക്, ഭഗവാനെ അറിഞ്ഞുകൊണ്ട് ആരാധിക്കുന്നവർക്ക് പൂർണ്ണമായിട്ടുള്ള ഭഗവാന്റെ സംരക്ഷണം ഉണ്ടാകുന്നു. കൂടാതെ അവർക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ നൽകുമെന്ന് ഭഗവാൻ പറയുന്നു. അതായത് ഇവിടെ യോഗക്ഷേമം എന്ന് പറയുന്നത്, യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു ഭഗവാനുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ ഭക്തന്മാരുടെ മനസ്സിലുള്ള ആഗ്രഹം തനിക്ക് ഭഗവാനുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കണം, ഭഗവാന്റെ സംരക്ഷണത്തിൽ ഇരിക്കണം. അപ്പോൾ ഭഗവാൻ പറയുന്നു അങ്ങനെയുള്ളവരുടെ ആഗ്രഹം ഭഗവാൻ സാധിപ്പിച്ചു കൊടുക്കും. അവർക്ക് എന്നെ പ്രാപിക്കണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ആഗ്രഹത്തെ ഞാൻ നിറവേറ്റി കൊടുക്കുന്നു. യോഗം, ഭഗവാനുമായിട്ട് ബന്ധപ്പെടാനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഭഗവാൻ അവർക്ക് നൽകുന്നു. ക്ഷേമം എന്ന് പറയുമ്പോൾ അവർക്ക് ഈ ഭൗതിക പ്രപഞ്ചത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം ഭൗതികമായിട്ടുള്ള ക്ലേശങ്ങളിലേക്കൊന്നും തന്നെ വീഴാതെ അവരെ ഭഗവാൻ സംരക്ഷിക്കുകയും ചെയ്യും. യോഗക്ഷേമം. ഇവിടെ പ്രഭുപാദ പറയുന്നത് യോഗത്താൽ കൃഷ്ണാവബോധം നേടാനുള്ള യത്നത്തിൽ ഭഗവാൻ ഭക്തനെ സഹായിക്കും.
അങ്ങനെ കൃഷ്ണാവബോധം ലഭിച്ച ശേഷം ക്ലേശപൂർണമായ ബദ്ധമായ ജീവിതത്തിലേക്ക് വീണ്ടും വീഴാൻ ഇടവരുത്താതെ രക്ഷിക്കുകയും ചെയ്യും. കാരണം തിരിച്ച് ഭൗതിക ക്ലേശങ്ങളിലേക്ക് വീഴാതെ അല്ലെങ്കിൽ ഭൗതിക പ്രകൃതിയുടെ മായയിലേക്ക് വീഴാതെ ഭഗവാൻ അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. അതായത് ഭഗവാൻ നേരിട്ട് ഇതെല്ലാം ചെയ്യുകയാണ് ചെയ്യുന്നത്. മറ്റുള്ള ദേവന്മാരെ ആരാധിക്കുകയോ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരെയോ ഒന്നും ഭഗവാൻ നേരിട്ട് അവരെ സംരക്ഷിക്കുന്നേയില്ല. എല്ലാം തന്നെ പ്രകൃതിയുടെ നിബന്ധനകൾക്കനുസരിച്ച് അവർ ജീവിക്കേണ്ടി വരുന്നു. എന്നാൽ ഭഗവാനെ ആരാധിക്കുന്ന ഭക്തന്മാരുടെ സംരക്ഷണം ഭഗവാൻ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഭഗവാൻ പറയുന്നത്, ദേവന്മാരെ ആരാധിക്കുന്നവരാണെങ്കിലും നമ്മൾ ചോദിക്കാം, ദേവന്മാരുടെ ഉള്ളിലും പരമാത്മാവായിട്ട് ഭഗവാൻ ഉണ്ടല്ലോ, അപ്പോൾ ഭഗവാനെ തന്നെയല്ലേ അവർ ആരാധിക്കുന്നത്? കാരണം അങ്ങനെ ഒരു ശ്ലോകമുണ്ട്. അതായത് ആകാശാത് പതിതോത്തോയം യഥാ ഗച്ഛന്തി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി എന്ന്. അതായത് ആകാശത്ത് നിന്ന് മഴ പെയ്യുമ്പോൾ ആ മഴത്തുള്ളികളെല്ലാം തന്നെ ഒലിച്ച് നദിയിലേക്ക് പോയി അങ്ങനെ സാഗരത്തിലേക്ക് സമുദ്രത്തിലേക്ക് പോയി ചേരുന്നില്ലേ? അതുപോലെ ഏത് ദേവന്മാരെ ആരാധിച്ചാലും, കാരണം ദേവന്മാരെല്ലാവരും തന്നെ ഭഗവാന്റെ അംശങ്ങളായതുകൊണ്ട്, അംഗങ്ങളായതുകൊണ്ട് ഏത് ദേവന്മാരെ ആരാധിച്ചാലും അതെല്ലാം കേശവം പ്രതിഗച്ഛതി, കേശവനെ ആരാധിക്കുന്നത് പോലെയാണ് എന്നൊരു ശ്ലോകമുണ്ട്. പക്ഷെ ഇവിടെ ഭഗവാൻ പറയുന്നു, ഏപന്യദേവതാ ഭക്ത യജന്തേ ശ്രദ്ധയാൻവിതാഹ തേപി മാമേവ കൗന്ദേയ യജന്തി അഭിധിപൂർവകം. അത് അഭിധിപൂർവകമാണ്. മറ്റു ദേവന്മാരുടെ ഭക്തന്മാരും വിശ്വാസപൂർവം അവരെ ഉപാസിക്കുന്നവരും വാസ്തവത്തിൽ എന്നെ തന്നെയാണ് ഉപാസിക്കുന്നത്. എന്നാൽ അവരങ്ങനെ ചെയ്യുന്നത് വിധിപ്രകാരമല്ല, അവിധിപൂർവകം. അതായത് ആകാശത്തിലെ വെള്ളം മഴയായിട്ട് ഭൂമിയിൽ വീഴുമ്പോൾ അതെല്ലാം സാഗരത്തിലേക്ക് പോയി ചേരുന്നു, ശരി തന്നെ. അതുപോലെ ദേവന്മാരെ ആരാധിക്കുകയാണെങ്കിൽ അതും ഭഗവാനിലേക്കല്ലേ ചെന്ന് ചേരുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ ശരീരത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ വയറ്റിലേക്ക് ആഹാരം കൊടുക്കുന്നു. ആ വയറ്റിലേക്ക് ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ ആ വയറ് വഴി നമ്മുടെ ശരീരം എല്ലാം തന്നെ പുഷ്ടിപ്പെടുന്നു. എന്നാൽ നമ്മുടെ പ്രത്യേകം ഈ കൈക്കാണ് സ്വാധീനക്കുറവ്. ഈ കൈക്ക് പ്രത്യേകം ആഹാരം കൊടുക്കുക. ഈ കൈക്ക് വേദനയുണ്ടെങ്കിൽ ഈ കൈയിന്റെ വേദന മാറ്റുവാനുള്ള മരുന്ന് ഈ കൈയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആഹാരം ഈ കൈയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ കൈയിന്റെ സംരക്ഷണത്തിന് മതിയാകുകയില്ല. കാരണം കൈ വഴി നമുക്ക് ആഹാരം അകത്തേക്ക് കൊടുക്കാനായിട്ട് സാധ്യമല്ല. അതുപോലെ ദേവന്മാരെല്ലാം തന്നെ ഭഗവാന്റെ അംഗങ്ങളാണെങ്കിലും ഈ അംഗങ്ങളെ പരിപാലിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു വൃക്ഷത്തിന്റെ വേരിലേക്ക് വെള്ളം ഒഴിക്കാതെ വൃക്ഷത്തിന്റെ ശാഖകളിലേക്കും ഇലകളിലേക്കും എല്ലാം വെള്ളം കൊടുക്കുന്നത് കൊണ്ട് ആ വൃക്ഷത്തിനെ പരിപോഷിപ്പിക്കുന്നത് പോലെ ആകുന്നില്ല. അതുപോലെ വയറ്റിലേക്ക് ആഹാരം കൊടുക്കാതെ ശരീരത്തിന്റെ അംഗങ്ങളിലേക്ക് ആഹാരം കൊടുത്തത് കൊണ്ട് ശരീരത്തിന് പുഷ്ടി വരുന്നില്ല. അതുപോലെ തന്നെ ഭഗവാൻ പറയുന്നു, എന്റെ ദേവന്മാരെല്ലാം എന്റെ ശരീരത്തിന്റെ അംഗങ്ങളാണ്, ഭാഗമാണ്. പക്ഷെ അവരെ സേവിക്കുന്നത് മൂലം ഇൻഡയറക്റ്റ് ആയിട്ട് എന്നെ സേവിക്കുന്നുണ്ടെങ്കിലും, എന്റെ ശരീരത്തെ സേവിക്കുന്നുണ്ടെങ്കിലും അത് വിധിപൂർവകമായിട്ട് ഭഗവാനെ നേരിട്ട് സേവിക്കുന്നത് പോലെ ആകുന്നില്ല, അവിധിപൂർവകമാണ് എന്ന് ഭഗവാൻ പറയുന്നു. ശരിയായ രീതിയിൽ ഭഗവാന്റെ ഇഷ്ടപ്രകാരം ഭഗവാനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ആരാധനയായിട്ട് അത് മാറുന്നില്ല. കാരണം നമ്മുടെ ഉദ്ദേശം നമ്മൾ ഏതെങ്കിലും ഒരു ദേവനെ ആരാധിക്കുന്നത് നമ്മുടെ ഏതെങ്കിലും ഭൗതികമായിട്ടുള്ള ശ്രേഷ്ഠതയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു പ്രത്യേക ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ അത് കൃഷ്ണനെ ആരാധിക്കുന്നത് പോലെ ആകുന്നില്ല എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ ദേവാരാധന എന്നുള്ളത് ഭഗവാൻ കൃഷ്ണനെ ആരാധിക്കുന്നതിന് തുല്യമല്ല, അത് വ്യത്യാസമുണ്ട് എന്നാണ് ഭഗവാൻ പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ട് ദേവാരാധന ഭഗവാന്റെ ആരാധനയ്ക്ക് തുല്യമല്ല? ഭഗവാന്റെ ആരാധന വ്യത്യസ്തമാണ്. ഭഗവാനെ ആരാധിക്കുന്നത് മൂലം നമുക്ക് എന്താണ് വ്യത്യാസമായിട്ട് കാണാൻ സാധിക്കുന്നത്? എന്തുകൊണ്ട് ഭഗവാനെ തന്നെ ആരാധിക്കണമെന്ന് ഭഗവാൻ പറയുന്നു? അഹം ഹി സർവയജ്ഞാന ഭോക്താച പ്രഭുരേവച നതു മാം അഭിജാനന്തി തത്തേനാദസ്യ വന്ദിതേ.
സർവയജ്ഞങ്ങളുടെയും ഭോക്താവും നാഥനും ഞാൻ മാത്രമാണ്. അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഏത് യജ്ഞങ്ങൾ ചെയ്താലും, തപസ് ചെയ്താലും, നമ്മൾ ദാനം കൊടുത്താലും എല്ലാം ഭഗവാന്റെ സന്തോഷത്തിനായിക്കൊണ്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഭഗവാനാണ് ഭോക്താവ്. എല്ലാ യജ്ഞങ്ങളുടെയും ദാനത്തിന്റെയും തപസ്സിന്റെയും എല്ലാം ഫലം സ്വീകരിക്കേണ്ടത് ഭഗവാൻ മാത്രമാണ്. ആ ഭഗവാനിൽ നിന്നാണ് നമുക്കും ഫലം ലഭിക്കേണ്ടത്. നാഥനും ഭഗവാൻ തന്നെ എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ അങ്ങനെ ഭഗവാനെ അറിഞ്ഞുകൊണ്ട് ഭഗവാനെ നമ്മൾ നേരിട്ട് ആരാധിക്കണം. പക്ഷെ അങ്ങനെ ചെയ്യാതെ നമ്മൾ ദേവന്മാരെ ആരാധിക്കുകയും അതും ഭഗവാന്റെ ആരാധനയ്ക്ക് തുല്യമാണ് എന്ന് വിചാരിക്കുന്നത് അത് മണ്ടത്തരമാണ് എന്ന് മനസ്സിലാക്കണം. സർവയജ്ഞങ്ങളുടെയും ഭോക്താവും നാഥനും ഞാൻ മാത്രമാണ്. നതുമാം അഭിജാനന്തി, ഭഗവാനെ അങ്ങനെ മനസ്സിലാക്കാതെ നമ്മൾ ആരാധിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? തത്വേനാഥശ്ചവന്തിതേ, നമുക്ക് വീഴ്ചയാണ് ഫലം. എന്റെ ഈ യഥാർത്ഥ ദിവ്യ പ്രകൃതിയെ മനസ്സിലാക്കാത്തവർക്ക് വീഴ്ചയാണ് ഫലം എന്ന് പറയുന്നു. അപ്പോൾ ഭഗവാനെ മനസ്സിലാക്കാതെ നമ്മൾ ദേവന്മാരെ ആരാധിക്കുമ്പോൾ, കാരണം ദേവന്മാരും ഭഗവാന്റെ അംഗങ്ങളാണ് എന്ന് മനസ്സിലാക്കണം. ദേവന്മാർ ഭഗവാന്റെ അംഗങ്ങളായതുകൊണ്ട് ഭഗവാനെ ആരാധിക്കുന്നത് വഴി അവരും സന്തുഷ്ടരാകുന്നു. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നമ്മൾ തിരിച്ച് ദേവന്മാരെ ആരാധിച്ചാൽ അത് ഭഗവാനിലേക്ക് ചെന്ന് ചേർന്നുകൊള്ളും എന്നുള്ള ചിന്താഗതി തെറ്റാണ്. സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി എന്നുള്ളത് തിരിച്ചാണ് വരേണ്ടത്. അതായത് കേശവനെ ആരാധിച്ചു കഴിഞ്ഞാൽ എല്ലാ ദേവന്മാരും സന്തുഷ്ടരാകുന്നു. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം കൃഷ്ണനെ തെറ്റായ രീതിയായി പരോക്ഷമായി ആരാധിക്കുന്നതിനുള്ള 3 സാമ്യങ്ങൾ ഏതൊക്കെയാണ്? വേരുകളിലല്ല ഇലകളിലും ശാഖകളിലും വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ വൃക്ഷം തന്നെ ഉണങ്ങിപ്പോകുന്നു. അതുപോലെ വയറിനല്ല ശരീരത്തിന്റെ വിവിധ അവയവങ്ങൾക്ക് ഭക്ഷണം നൽകി കഴിഞ്ഞാൽ ശരീരത്തിന് പുഷ്ടി നൽകുകയില്ല. അത് ഓരോ അംഗങ്ങൾക്കും പ്രത്യേകം പുഷ്ടി കൊടുക്കാൻ സാധിക്കുകയുമില്ല. അപ്പോൾ നമ്മൾ ഭഗവാനെ ആരാധിക്കുകയാണെങ്കിൽ ദേവന്മാരെയും ആരാധിച്ചതിന് തുല്യമാണ്. എന്നാൽ ദേവന്മാരെ ആരാധിക്കുക കൊണ്ട് ഭഗവാനെ ആരാധിക്കുന്നതിന് തുല്യമാകുന്നില്ല. അത് വിധിപൂർവകമല്ലാത്ത ആരാധനയായിട്ട് മാറുന്നു. അത് മൂലം എന്ത് സംഭവിക്കുന്നു? ഭഗവാനെ മനസ്സിലാക്കാതെയുള്ള ആരാധനയാകുന്നത് കൊണ്ട് നമുക്ക് ആധ്യാത്മികമായിട്ടുള്ള ഒരു പുരോഗതിയും നമുക്ക് ഉണ്ടാകുകയില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. യാന്തി ദേവവ്രതാ ദേവാൻ പിതൃൻ യാന്തി പിതൃവ്രതാഹ ഭൂതാനി യാന്തി ഭൂതേജ്യ യാന്തി മധിയാചിനോഭിമാം. ദേവന്മാരെ ആരാധിക്കുന്നവർ ദേവന്മാരോടൊപ്പം ജനിക്കും. പിതൃപൂജകർ പിതൃക്കളോടൊപ്പം ജനിക്കും. ഭൂതപ്രേതാദികളെ ഉപാസിക്കുന്നവരാകട്ടെ അവരോടൊപ്പമാവും ജനിക്കുക. എന്നെ ആരാധിക്കുന്ന ഭക്തന്മാർ എന്നോടൊപ്പം ജീവിക്കും എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ നമ്മൾ ഏത് ദേവന്മാരെ ആരാധിക്കുന്നുവോ അവരെല്ലാം ഭൗതിക പ്രകൃതിയിലാണുള്ളത്. നമ്മുടെ ഈ ബ്രഹ്മാണ്ടത്തിൽ തന്നെയാണ് ദേവലോകങ്ങളും ഉള്ളത്. നമുക്ക് ആ ദേവന്മാരുടെ ലോകത്തിൽ വരെ മാത്രമേ എത്താൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഭഗവാനെ ആരാധിക്കുന്നവരാണെങ്കിലോ നമുക്ക് ഈ ഭൗതിക പ്രപഞ്ചത്തെ, നമ്മുടെ ബ്രഹ്മാണ്ടത്തെ മറികടന്ന് ആധ്യാത്മിക ലോകത്തിൽ ഭഗവാൻ കൃഷ്ണന്റെ ഗോലോക വൃന്ദാവനം വരെ പോകാൻ സാധിക്കുന്നു. അവിടെ ഭഗവാനോടൊപ്പം വസിക്കാൻ സാധിക്കും. അതാണ് വ്യത്യാസം. പിന്നീട് ഒരിക്കലും ജന്മമൃത്യു ജരാവ്യാധി പുനർജന്മം ഉണ്ടാകുന്നില്ല. നമുക്ക് ആധ്യാത്മികമായിട്ടുള്ള നമ്മുടെ ആ ജീവാത്മാവിന്റെ സ്വരൂപസ്ഥിതിയെ പ്രാപിക്കാൻ സാധിക്കുന്നു. എന്നാൽ ദേവന്മാരെ ആരാധിച്ച് ഈ ദേവന്മാരുടെ ഗ്രഹങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ പുണ്യകർമ്മത്തിന്റെ ഫലം തീരുന്നത് വരെ മാത്രമേ സാധിക്കുകയുള്ളൂ. തിരിച്ച് നമുക്ക് ഈ ഭൂമിയിലേക്ക് വരേണ്ടി വരും എന്നാണ് നമ്മൾ ഈ ശ്ലോകം കൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഭഗവത് ഉപാസനയിൽ മാത്രം താല്പര്യമുള്ള ശുദ്ധഭക്തൻ വൈകുണ്ഠ ലോകങ്ങളും കൃഷ്ണലോകവും പ്രാപിക്കുമെന്നതിന് സംശയമില്ല. ദേവോപാസന കൊണ്ട് സ്വർഗലോകങ്ങളിലും പിതൃപൂജ കൊണ്ട് പിതൃലോകങ്ങളിലും ദുർമന്ത്രവാദങ്ങൾ കൊണ്ട് പൈശാച ലോകങ്ങളിലും എത്താനാവുമെങ്കിൽ ഒരു ശുദ്ധ കൃഷ്ണ ഭക്തന് എന്തുകൊണ്ട് വൈകുണ്ഠം പോകാൻ കഴിയില്ല? ഭഗവാന്റെ ഭക്തന്മാർക്ക് വൈകുണ്ഠ ലോകത്തിലും പോകാൻ സാധിക്കും. അപ്പോൾ സൂര്യനെ ആരാധിക്കുകയാണെങ്കിൽ സൂര്യലോകത്തിലേക്ക് എത്താം. ചന്ദ്രനെ ആരാധിക്കുകയാണെങ്കിൽ ചന്ദ്രലോകത്തിലേക്ക് എത്താം. അങ്ങനെ സ്വർഗലോകത്തിൽ ബ്രഹ്മാവിന്റെ ലോകം വരെ നമുക്ക് പോകാം. പക്ഷെ അതെല്ലാം തന്നെ പുനർജന്മമുള്ള
ലോകങ്ങളാണ്. ആ ബ്രഹ്മഭുവന ലോകാൻ പുനരാവർത്തിനോ അർജുന. എല്ലാ ലോകങ്ങളും, ഭൗതിക പ്രപഞ്ചത്തിലെ എല്ലാ ലോകങ്ങളിലും പുനർജന്മമുണ്ട്. എന്നാൽ മാമുപേത്യതു കൗന്ദേയ പുനർജന്മ ന വിദ്യതേ. എന്നെ പ്രാപിക്കുകയാണെങ്കിൽ ഒരിക്കലും പുനർജന്മം ഉണ്ടാകുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ അതാണ് വ്യത്യാസം എന്ന് ഭഗവാൻ ഇവിടെ പ്രത്യേകമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഭഗവാൻ പറഞ്ഞു തരുന്നത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാനെ ആരാധിക്കണം. ഭഗവാന്റെ ആരാധനയും ദേവാരാധനയും തമ്മിലുള്ള വ്യത്യാസത്തെ നമ്മൾ മനസ്സിലാക്കണം. ഭഗവാൻ എല്ലാത്തിന്റെയും ഉത്ഭവസ്ഥാനം, ഉറവിടമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാനെ ആരാധിക്കുകയാണ് പുനർജന്മം ഇല്ലാതിരിക്കാനുള്ള ഒരു വഴി, ഒരേ ഒരു വഴി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആരാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ആരാധന പരിശുദ്ധമാകുന്നു. അങ്ങനെ അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, അറിഞ്ഞുകൊണ്ട് ജ്ഞാനത്തോടുകൂടി, രാജഗുഹ്യമായിട്ടുള്ള ഈ ജ്ഞാനത്തോടുകൂടി നമ്മൾ ഭഗവാനെ ആരാധിക്കണം എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. ഇനി അടുത്ത ശ്ലോകങ്ങൾ നാളത്തെ ക്ലാസ്സിൽ, നാളത്തോടുകൂടി ഇന്ന് ഈ അധ്യായം അവസാനിപ്പിക്കാൻ ശ്രമിക്കും.